അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി പ്രിയ ഷേർലി തോമസ് ആൻറ്റിയാണ്. ദുബായിൽ പാർത്തുകൊണ്ട് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന കർത്തൃദാസിയുടെ ജീവിതാനുഭവങ്ങൾ നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോട് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. പ്രിയ ആൻറ്റി തൻ്റെ ജീവിതാനുഭവങ്ങൾ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. താൻ ജനിച്ചു വളർന്ന നാൾ മുതൽ ഇന്നയോളം തന്നോട് കൂടെ ഇരുന്ന, തന്നെ അനവധി അനർത്ഥങ്ങളിൽ നിന്ന്, ഒത്തിരി പ്രയാസങ്ങളുടെ നടുവിൽ നിന്നൊക്കെ അത്ഭുതകരമായി രക്ഷിച്ച തൻ്റെ വിടുതലിൻ്റെ അനുഭവങ്ങൾ ആമേനെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. ഈ അത്ഭുത സാക്ഷ്യം അരോമ ടി വി പ്രേക്ഷകർക്ക് ഒരു അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. മാത്രമല്ല, നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, അതുപോലെ ഞങ്ങളുമായി കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിച്ചാൽ ഞങ്ങൾ അതിൽ നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും. അതുപോലെ തന്നെ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കുകൊള്ളാവുന്നതാണ്. നമ്മൾ ഒരു ശ്രദ്ധയോടെ പ്രാർത്ഥനയോടായിരിക്കുമ്പോൾ പ്രിയ ഷേർലി തോമസ് ആൻറ്റിയെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകർക്ക് സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചു. ഇങ്ങനെ ഒരു അരോമ ടി വിയിൽ എനിക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താൻ തക്കവണ്ണം ഒരവസരം ചെയ്തു തന്ന അരോമ ടി വിയിലെ ദാനിയൽ ജോൺ പാസ്റ്ററിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ എനിക്ക് അങ്ങനെ ഒരു അവസരം ദൈവം ഒരുക്കി തന്നതിനായിട്ടും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പിന്നെ എല്ലാ അരോമ ടി വിക്കും ദാനിയൽ ജോൺ പാസ്റ്ററിനും പിന്നെ എന്നെ കേൾക്കുന്ന പ്രേക്ഷകർക്കും എൻ്റെ നന്ദിയെ അറിയിക്കുന്നു. എൻ്റെ നാട് കോട്ടയത്തിനടുത്ത് കൊമരകം എന്ന് പറഞ്ഞ സ്ഥലമാണ്. എൻ്റെ മാതാപിതാക്കൾ ഞങ്ങൾ CSIക്കാരായിരുന്നു. CSI കുടുംബമാണ്. അവിടെ ഞങ്ങൾ സഹോദരങ്ങൾ 6 സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. 6 സഹോദരങ്ങൾ ഇപ്പോൾ അവർ ജീവിച്ചിരിപ്പില്ല. 3 പേര് ജീവിച്ചിരിപ്പില്ല. 3 പേര് കർത്താവിൻ്റെ സന്നിധിയിൽ എത്തിച്ചേർന്നു. എൻ്റെ മാതാപിതാക്കളും ഈ ലോകത്തു നിന്ന് കടന്നുപോയി. ഇപ്പോൾ എൻ്റെ ബാല്യകാലത്തിൽ കോട്ടയത്തിനടുത്തൊരു സ്ഥലമാണ് കുമരകം എന്ന് പറയും. നല്ലൊരു സ്ഥലമാണ്. ഒരു ടൂറിസ്റ്റ് കേന്ദ്രം, ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് സെൻ്ററൊക്കെയാണ്. അപ്പോൾ അവിടെ ജനിച്ചു വളർന്നു. ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ്. എൻ്റെ കുടുംബത്തിൻ്റെ പേര് പൂണിത്ര കുടുംബം എന്നാണ്. അതൊരു വലിയ കുടുംബമായിരുന്നു. ആ കുടുംബത്തിൽ ഞാൻ ഏറ്റവും ഇളയ മകളാണ്. 6ാമത്തെ. 6 പെൺകുട്ടികളായിരുന്നു എൻ്റെ മാതാപിതാക്കൾക്ക്. അങ്ങനെ ഞങ്ങൾ അവിടെ ജീവിക്കുമ്പോൾ ഒത്തിരി പ്രാർത്ഥനാ ജീവിതമുള്ള ഒരു കുടുംബമായിരുന്നു. എൻ്റെ മാതാപിതാക്കൾ ഞങ്ങൾ CSIക്കാരാണ്. അപ്പോൾ അവിടെ ഞങ്ങൾക്കൊരു ചർച്ചൊക്കെ ഉണ്ട്. ആ ചർച്ചിൽ ഞങ്ങളുടെ പിതാക്കന്മാരെല്ലാം അവിടെ കൃഷിക്കാരായിരുന്നു, നെൽകൃഷിക്കാരാണ്. ഒത്തിരി വയലും പുഴയും ആറും എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. അങ്ങനെ അവിടെ ഞങ്ങൾ ജീവിക്കുമ്പോൾ ഒത്തിരി ദൈവകൃപയിൽ തന്നെയാണ് എന്നെ മാതാപിതാക്കൾ വളർത്തിയത്. അങ്ങനെ ഞങ്ങളവിടെ ജീവിച്ചു. എൻ്റെ സഹോദരങ്ങളും എല്ലാമായിട്ട് ജീവിച്ചു. വളരെ സന്തോഷമുള്ള, ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കുടുംബമായിരുന്നു. ഞാൻ എപ്പോഴും ദൈവത്തെ സ്തുതിക്കും. എൻ്റെ മാതാപിതാക്കൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കും, സ്തോത്രം ചെയ്യും. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ സ്കൂളിലൊക്കെയാണ്, അവിടെ പഠിച്ചു വളർന്നു. പിന്നെ കോളേജിൽ പോയി. അത് കഴിഞ്ഞ് അപ്പം ആ സമയത്തൊക്കെ എൻ്റെ വല്യപ്പന്മാരുടെ കൺവെൻഷൻ ഒക്കെ വെക്കുമായിരുന്നു. ഞാനെപ്പോഴും ഓർക്കും, അവിടെ വലിയ ഒത്തിരി സ്ഥലമൊക്കെ ഉള്ളത്, പന്തലൊക്കെ ഇട്ട് ആ ദേശക്കാർ മുഴുവൻ വരുമായിരുന്നു. അപ്പോൾ കർത്താവിനെ കുറിച്ച് പറയാൻ തക്കവണ്ണം കർത്താവ് അവിടെ വലിയൊരു കൺവെൻഷനൊക്കെ വെച്ചു. നമ്മുടെ കുഞ്ഞപ്പി ഉപദേശി, ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയാം. ആ കുഞ്ഞപ്പി ഉപദേശിയുടെ മകള് ക്രിസ്റ്റുമാമയൊക്കെ ദുബൈ വന്നപ്പോൾ എനിക്ക് അറിയാം, ഫാദറ്. അപ്പം അങ്ങനെ അങ്ങനെ ജീവിച്ചോണ്ട് അവിടെ വലിയ കൺവെൻഷനൊക്കെ വെച്ചു. അപ്പം മാതാപിതാക്കൾ പറഞ്ഞു, ഞാൻ ആ സമയത്ത് ജനിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ വലിയൊരു കൺവെൻഷനൊക്കെ വെച്ചു. അങ്ങനെ ദൈവകൃപയിൽ തന്നെയാണ് ഞങ്ങളെ വളർത്തിക്കൊണ്ട് വന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ സ്കൂൾ പഠനം, കോളേജ് പഠനം എല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ ടീച്ചേഴ്സ് ട്രെയിനിങ് പഠിച്ചായിരുന്നു.
ടീച്ചേഴ്സ് ട്രെയിനിങ് പഠിച്ച് പിന്നെ അവിടെ സ്കൂളുണ്ട്, ബേക്കർ സ്കൂള്, CM സ്കൂള്, എല്ലാം CSIക്കാരുടെ ഒരു നടത്തിപ്പായിരുന്നത്. അവിടെ പഠിച്ചു. ആ സ്കൂളിൽ കുറച്ച് നാൾ ഞാൻ ജോലി ചെയ്തു, ടീച്ചറായിട്ട് ജോലി ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെയാണ് വിവാഹ ജീവിതം കടന്നു വന്നു. ഞങ്ങൾ കോഴഞ്ചേരിയിലാണ് എന്നെ വിവാഹം ചെയ്ത് അയച്ചത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒഫീഷ്യൽ നെയിം കെ ഇ തോമസ് എന്നാണ്. മറ്റേ വീട്ടിലെ പേര് ബാബു. ബാബുച്ചായനും മാർത്തോമ കുടുംബത്തിലാണ് കോഴഞ്ചേരിൽ. ബാബുച്ചായനും കൊണ്ടൊരു നല്ല ഒരു പ്രാർത്ഥന ജീവിതമുള്ള ഒരു കുടുംബമായിരുന്നു. എല്ലാവർക്കും അറിയാം കോഴഞ്ചേരിൽ കുറുന്തോട്ടിക്കൽ ഹൗസ്, വീട്ടുപേര് കുറുന്തോട്ടിക്കലിനാണ്. അപ്പം അവിടെ ഞങ്ങളുടെ ഗ്രാൻഡ് ഫാദർ, ബാബുച്ചായൻ്റെ ഗ്രാൻഡ് ഫാദർ അവിടെ ഇത് അച്ഛനായിരുന്നു. പള്ളിയിലെ വലിയൊരു പള്ളിയാണ് മാർത്തോമ പള്ളി. ഞങ്ങളുടെ വിവാഹമൊക്കെ നടന്ന മാർത്തോമ പള്ളിയിലായിരുന്നു. അങ്ങനെ അവിടെ അപ്പച്ചൻ ഒത്തിരി നല്ലൊരു ദൈവമനുഷ്യനായിരുന്നു. അവിടെ കോളേജ് ഉണ്ടായിരുന്നു, സെൻറ് തോമസ് കോളേജ്, കോഴഞ്ചേരി. അപ്പോൾ അതിൻ്റെ എല്ലാം പ്രവർത്തനങ്ങൾ, ആ പള്ളിയുടെ പ്രവർത്തനങ്ങൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങളിൽ ആത്മീയമായിട്ട് ഗ്രാൻഡ് ഫാദർ ഒത്തിരി, അച്ഛനപ്പച്ചൻ ഒത്തിരി ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ എല്ലാവർക്കും അറിയാം, കുറുന്തോട്ടിക്കൽ അച്ഛൻ എന്ന് പറഞ്ഞ് കോഴഞ്ചേരിക്കാർക്ക് എല്ലാം നല്ല പരിചയമോ. അങ്ങനെ ഒരു ആത്മീയ ജീവിതം. ബാബുച്ചാൻ്റെ അമ്മ ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. അങ്ങനെ ആ പ്രാർത്ഥന ജീവിതത്തിൽ കുടുംബം 8 മക്കളാണ്. ബാബുച്ചാനൊക്കെ 8 മക്കളാണ്. 8 മക്കളിൽ 7 പേരും ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. അവരെല്ലാം ആത്മീയമായിട്ട് വളരെ നല്ലതായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൽ ആശ്രയിച്ച് തന്നെയുള്ള ഒരു കുടുംബജീവിതമാണ്. മാതാപിതാക്കളൊക്കെ മരിച്ചുപോയി. ഇപ്പം ബാബുച്ചാൻ മാത്രമേ ഉള്ളൂ നിത്യത്തിലേക്ക് കടന്നുപോയി. ബാക്കി 7 സഹോദരങ്ങളും ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. സന്തോഷമായിട്ടിരിക്കുന്ന എല്ലാവരും വിശ്വാസത്തിലാണ്. അങ്ങനെ ഞങ്ങളവിടെ പിന്നെ മേരിക്കോവിനെ കുറിച്ച് കേട്ടാണല്ലോ. മേരിക്കോവിൽ വലിയ സുവിശേഷകയാണ്. ബാബുച്ചാൻ്റെ ആൻറ്റിയാണ് മേരിക്കോവിൽ. അങ്ങനെ നല്ലൊരു കുടുംബത്തിലെ ബാബുച്ചാനും ജനിക്കാനിടയായി. കോഴഞ്ചേരി കോളേജിലാണ് പഠിച്ചതും. അത് കഴിഞ്ഞ് വളർന്ന് പിന്നെ ബോംബെയിലൊക്കെ പോയി ജോലിയിലെ കാര്യങ്ങൾക്കൊക്കെ പോയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ 84 ഞങ്ങൾ ദുബൈയിലേക്ക് വന്നു. അപ്പോൾ എനിക്ക് 4 വയസ്സുള്ളൊരു മകനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 84 ദുബൈ വന്നു. അങ്ങനെ അവിടെ ജീവിച്ച് നല്ലൊരു ജോലിയായിരുന്നു. മാർക്കറ്റിംഗ് മാനേജറായിട്ട് നല്ലൊരു ജോലിയിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ സന്തോഷമായിട്ട് ഞങ്ങൾ മാർത്തോമാ സമയത്ത് തന്നെയായിരുന്നു അന്നും ആ സമയത്തും ജീവിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയെല്ലാം ജീവിച്ചുകൊണ്ടിരുന്ന സമയത്ത് 1986 ഞങ്ങൾ അബുദാബിയിൽ എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു. അങ്ങനെ ആ കസിനെ കാണാനായിട്ട് ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ കമ്പനി ഞങ്ങൾക്ക് എല്ലാ ഫെസിലിറ്റീസും തന്നിട്ടുണ്ടായിരുന്നു. എല്ലാ ഫെസിലിറ്റീസും കമ്പനി തന്നിരുന്നു. വീടൊക്കെ കമ്പനിയാണ് തന്നിരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് പോയി. അബുദാബിയിലോട്ട് പോകുന്ന സമയം കുഞ്ഞ് 1ാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു പഠിക്കുന്നുണ്ട്. അപ്പോൾ 6 വയസ്സായി. അപ്പോഴത്തേക്കിനും കുഞ്ഞിന് എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് എനിക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാവും, അന്ന് എനിക്കത് അറിയത്തില്ലായിരുന്നു. കുഞ്ഞ് ആ ഒരു ചോദ്യം, ഒരു ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചു. ഇങ്ങനെ പറഞ്ഞു, യാത്ര ചെയ്യാനായിട്ട് ഞങ്ങളുടെ കമ്പനി ഡ്രൈവറാണ്, അയാളും ഉണ്ടായിരുന്നു. അയാളൊരു ഹിന്ദിക്കാരനാണ്, അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞു ഇങ്ങനെ എന്നോട് വന്ന് മോൻ ചോദിച്ചു, അമ്മേ ഹൂ വിൽ ഡൈ ഫസ്റ്റ്, അപ്പയോ റായി എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഓർത്ത് എന്തോ കുഞ്ഞിങ്ങനെ പറയുന്നേ, എന്തിനാ അങ്ങനെ പറയുന്നേ എന്നൊക്കെ ചിന്തിച്ചെങ്കിലും ഞാൻ വഴക്ക് പറഞ്ഞു. എന്തിനാ, നമ്മൾ യാത്ര പോവല്ലേ, അപ്പം എന്താ ഇങ്ങനെ ചോദിക്കുന്നതെന്നുള്ള ഒരു അർത്ഥം എനിക്ക് വന്നു. പക്ഷെ അത്രയും ഇങ്ങോട്ട് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അല്ലെങ്കിൽ ആ യാത്ര നമുക്ക് മാറ്റി വെക്കാമായിരുന്നു. പക്ഷെ എന്താണെന്നറിയില്ല. ഞാൻ പിന്നെ അത് കഴിഞ്ഞ് ഹിന്ദിക്കാരനോട് അവൻ ചെന്ന് അയാളും പറഞ്ഞു, മോനിങ്ങനെ ചോദിച്ചു, മർനേക്ക ബാത് കിധർ ജായക എന്ന് ചോദിച്ചു. അപ്പം അത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി വിഷമം വന്നെങ്കിലും പിന്നെ ഞാൻ അത്രയും ആത്മീയമായിട്ട് അത്രയും വളർന്ന സമയമല്ലായിരുന്നു. അങ്ങനെ എനിക്കും അത്ര ഇങ്ങനെ വഴക്കൊക്കെ പറഞ്ഞു, എന്തിനാ അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു. എനിക്ക് ഇന്നത് ഞാൻ ചിന്തിക്കുമ്പം ഇന്ന് എനിക്കതൊരു അവന് ആ ഒരു എന്തോ ഒരു വിഷൻ പോലെ ദൈവം
അവനോട് സംസാരിച്ചതാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ അന്ന് അങ്ങനെ എനിക്ക് മനസ്സിലായില്ലായിരുന്നു. പിന്നെ ഞങ്ങളങ്ങോട്ട് 1 മണിക്കൂർ യാത്ര ചെയ്തു. ബാബുച്ചാൻ തന്നെയാണ് ഡ്രൈവ് ചെയ്തത്. 1 മണിക്കൂർ അങ്ങോട്ട് പോയ സമയത്ത് ഞങ്ങള് അവിടെ അവിടെ ഈ അബുദാബി റോഡിലോട്ട് ഞങ്ങൾ കയറി. എങ്ങനെയാണെന്നറിയില്ല, തലേദിവസം പോയി എല്ലാം ചെക്ക് ചെയ്താ ഡ്രൈവറും എല്ലാം പോയി അതെല്ലാം കാറെല്ലാം നോക്കിയതാ. കാർ നല്ലൊരു കാറായിരുന്നു, ഒരു കുഴപ്പവും ഇല്ലാഞ്ഞ ഒരു ഇതായിരുന്നു. പക്ഷേ അത് എങ്ങനെയോ ടയർ പൊട്ടിയെന്നാ പറഞ്ഞ. പിന്നെ അത് താഴെ മെയിൻ റോഡിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ താഴെ ഒരു മെറ്റലൊക്കെ ഇട്ടിട്ടുണ്ട് ആ റോഡ്. അവിടെ കാറൊന്നും പോകുന്ന റോഡല്ല. എന്താണെന്നറിയത്തില്ല, അവിടോട്ട് ഇത് കാർ മറിഞ്ഞു. ടയർ പൊട്ടി അത് കാർ മറിഞ്ഞ് അങ്ങോട്ട് 2-3 പ്രാവശ്യം ഇത് മറിഞ്ഞ് നേരെ വന്ന് നിന്നു. നേരെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ ആ സീറ്റിന്റെ താഴെ എങ്ങാണ്ട് കിടക്കുമായിരുന്നു. ബൗച്ചാനൊക്കെ ഇങ്ങനെ മറിയുന്ന എനിക്ക് കാണാം, പക്ഷേ പിന്നെ ഞാൻ അങ്ങ് അൺകോൺഷ്യസ് ആയിപ്പോയി. അവരെല്ലാം പിന്നെ ഞാൻ കാറ് വന്ന് നിന്നറിയാം. അതെനിക്കറിയത്തില്ല, ആ സമയത്ത് അറിയത്തില്ല. അപ്പോഴത്തേനും ആളുകളെല്ലാം വന്നു, റോഡിൽ കൂടെ പോയ ആളുകളെല്ലാം വന്ന് ബൗച്ചാനൊക്കെ ഇറങ്ങി, ഡ്രൈവറും എല്ലാം ഇറങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ 10 മിനിറ്റ്, എനിക്ക് തോന്നുന്നു ഒരു അൺകോൺഷ്യസ് സ്റ്റേജ് ആയിരുന്നു. ഒരു 10 മിനിറ്റ് അവിടെ ഇങ്ങനെ കാറി കിടന്നു കഴിഞ്ഞ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ കിട്ടിയപ്പോൾ ഞാൻ മോനീന്നങ്ങ് വിളിച്ചു. കുഞ്ഞിനെ കാണുന്നില്ല. അപ്പോൾ മോനീന്നങ്ങ് വിളിക്കുമായിരുന്നു, ഉറക്കെ വിളിച്ചപ്പോഴത്തേക്കിനും ഞാൻ പിന്നെ നോക്കിയപ്പോഴത്തേക്കിന് ആ സീറ്റയിൽ ഇങ്ങനെ ചാരി ഇങ്ങനെ ബ്ലഡിൽ കുതിർന്ന് ഇരിക്കുക. ചാരി ഇരിക്കുന്നു. നേരെ വന്ന് നിന്ന് കാറ് 2-3 ഇങ്ങനെ കരണം മറിഞ്ഞങ്ങനെ താഴെ വന്ന് നിന്ന് അങ്ങനെയാണ്. ഞാനിപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ബോധം വന്ന് പെട്ടെന്ന് വിളിച്ചപ്പോൾ അങ്ങനെ കാണുക. പിന്നെ പെട്ടെന്ന് തന്നെ പോലീസെല്ലാം വന്ന് ഇങ്ങനെ പെട്ടെന്ന് ഞങ്ങൾക്ക് വല്ല മുറിവുണ്ടോ എന്ന് അറിയാനായിട്ട് ഞങ്ങൾ അവിടെ ഒരു ക്ലിനിക്കിൽ കൊണ്ടുപോയി ആദ്യം. അപ്പോൾ ക്ലിനിക്കിൽ ഞങ്ങൾക്ക് മുറിവൊന്നും ഇല്ലായിരുന്നു. ബാബുച്ചാനും ഇല്ലായിരുന്നു, ഡ്രൈവർക്കും ഇല്ലായിരുന്നു, എനിക്കും ഇല്ലായിരുന്നു. കുഞ്ഞു മാത്രം ഓൺ ദ സ്പോട്ടിൽ ലോകത്തോട് വിട പറഞ്ഞു പോയി. ആ സമയങ്ങളൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര ഒരു വലിയ ദുഃഖത്തിൽ കൂടെയാണ്. ഏക മകനല്ലേ, ആ ദുഃഖത്തിൽ കൂടെ കടന്നുപോയി. പിന്നെ ഞങ്ങളെ അവിടെ മഫ്രഖ് ഹോസ്പിറ്റൽ എന്ന് പറയും, അബുദാബിയിൽ അവിടെ ഞങ്ങളെ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു. അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇഞ്ചക്ഷൻ ഒക്കെ തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് മുറിവൊന്നും ഇല്ലല്ലോ. അപ്പം ആ മാനസികമായിട്ടുള്ള തകർന്നു പോയല്ലോ. അപ്പോൾ അവിടെ കിടത്തി. പിന്നെ പോലീസ് കേസായിരുന്നു, പോലീസ് വന്നു, ഒരാഴ്ച എടുത്തു. അതിൻ്റെ പേപ്പർ വർക്കൊക്കെ ചെയ്യണമെങ്കിൽ ഒരു ഒരാഴ്ചയോളം എടുത്തു. അപ്പോൾ വായിച്ചാൽ പിന്നെ ഓഫീസിലോട്ട് വിളിച്ചു പറഞ്ഞു, അവിടെ ഇങ്ങനെ ആക്സിഡൻറ്റ് പറ്റിയെന്നുള്ള ഓഫീസിൽ വിളിച്ചു പറഞ്ഞു. പിന്നെ ഫ്രണ്ട്സ് എല്ലാം അറിഞ്ഞു, അവരെല്ലാവരോടും പറഞ്ഞിങ്ങനെ. ആ കസിനൊക്കെ അറിഞ്ഞു. കസിൻ്റെ വീട്ടിലോട്ട് ഞങ്ങൾ പോവുമായിരുന്നു. അവരെല്ലാം പിന്നെ ആശുപത്രിയിലോട്ട് വന്നു. എല്ലാവരും ചേട്ടൻ വന്നു മസ്കറ്റിൽ നിന്ന്. ബാബുച്ചാൻ്റെ ബ്രദർ അന്ന് മസ്കറ്റിൽ വന്നു. പിന്നെ കസിൻസ് എല്ലാം വന്നു. എല്ലാ സ്ഥലത്തു നിന്നും എല്ലാവരും ഓടി വന്നു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കോഴഞ്ചേരിയിലോട്ട് നാട്ടിൽ പോയി. കോഴഞ്ചേരി മാർത്താമ പള്ളിയിലാണ് അവനെ അടക്കം ചെയ്തു മോനെ. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചൊരു മാസം കഴിഞ്ഞപ്പം ഞങ്ങൾ ദുബൈയിലേക്ക് കടന്നു വന്നു. വളരെ സങ്കടവും ദുഃഖവും ഉള്ള ദിവസങ്ങളായിരുന്നു ആ ദിവസങ്ങൾ. ദൈവം ഞങ്ങളെ ബലപ്പെടുത്തി ശക്തീകരിച്ചു. വലിയൊരു ദുഃഖത്തിൽ കൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. 3 മാസമായപ്പം ജോലി ചെയ്യാനുണ്ട്, ഓഫീസുണ്ട്, ജോലിയുണ്ട്, കമ്പനിയാണ് നമുക്ക് എല്ലാ ഫെസിലിറ്റീസും എല്ലാം തന്നുകൊണ്ടിരുന്നത്. റെൻറ്റും കാര്യങ്ങളും എല്ലാം നമുക്ക് തന്നുകൊണ്ടിരുന്ന കമ്പനിയാണ്. അങ്ങനെ വീടും എല്ലാം തന്നൊരു സൗകര്യം, മാനേജർ പോസ്റ്റ് ആയിരുന്നുകൊണ്ട് നല്ല ആയിട്ടെല്ലാം കമ്പനി തന്നിരുന്നു. പക്ഷേ 3 മാസം ഞങ്ങൾ ജോലിക്ക് പോയി കഴിഞ്ഞപ്പം ഇത് അവർ എന്തോന്ന് അറിയത്തില്ല, എന്താന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, കാരണം അറിയത്തില്ല, പെട്ടെന്ന് അങ്ങ് ജോലി നഷ്ടപ്പെട്ടു. അങ്ങനെ അത് കഴിഞ്ഞപ്പം പിന്നെ റെൻറ്റും ഒക്കെ കൊടുക്കണമല്ലോ ആ സമയത്ത്. അപ്പം കമ്പനിയാണ് തന്നുകൊണ്ടിരുന്നതല്ല. അന്നേരത്തേനും നമ്മൾ പറയും ഒരു ദുഃഖത്തിൽ നിന്ന് വേറൊരു ദുഃഖത്തിലോട്ട്
പോവുക, കടന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഞങ്ങൾ ആ ദിവസങ്ങളിലൊക്കെ കൂടുതൽ പ്രാർത്ഥനയിലായിരുന്നു. നമ്മൾ മാർത്തോമ സഭയിൽ തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അപ്പം ദൈവത്തിൻ്റെ വലിയൊരു കരുണ അവിടെ വന്നു ഞങ്ങളോട്. ആ സമയത്ത് വിസ അവർ ക്യാൻസൽ ചെയ്തില്ല. സാധാരണ ഏത് ജോലി പോയി കഴിഞ്ഞാൽ നമ്മുടെ വിസയൊക്കെ ഒരു ക്യാൻസലാക്കും. അത് ദൈവം 86-ലായിരുന്നു. ദൈവം പക്ഷേ വളരെ അത്ഭുതകരമായിട്ട് ആ വിസ അവിടെ തന്നു ഞങ്ങൾക്ക്. അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ താമസിക്കാമായിരുന്നു. അല്ലെങ്കിൽ നമ്മുടെ ഈ പൈസ ഒന്നുമില്ല, നമ്മൾ തിരിച്ചു പോരേണ്ടി വരും. പിന്നെ അവിടെ ജോലി എപ്പോഴാണ് കിട്ടുന്നതെന്നൊന്നും അറിയത്തില്ലല്ലോ. പക്ഷെ ദൈവത്തിന് ഞങ്ങളെ അവിടെ ആവശ്യമുണ്ടായിരുന്നു. ഭവിഷ്യാനെ കൊണ്ട് വേല ചെയ്യിപ്പിക്കണമായിരുന്നു. അങ്ങനെ ഒത്തിരി കഷ്ടങ്ങളിൽ കൂടിയാണ് പിന്നെ ഞങ്ങൾ ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പിന്നെ ഭവിഷ്യാൻ്റെ ഒരു ഫ്രണ്ട് കൂടെ വന്ന് ഒരു ബിസിനസ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ബിസിനസ് തുടങ്ങി. ഫുഡ് സ്റ്റഫ് കമ്പനി ആയിരുന്നു. ഒരു ഇപ്പോഴും ഉണ്ട്, ആ കമ്പനി ഇപ്പോഴും ഉണ്ട്. KDD എന്ന് പറയും, കുവൈറ്റ് ഡാനിഷ് ഡയറി. ജ്യൂസ്, ഫ്രഷ് ഇങ്ങനെ നല്ല ജ്യൂസുകളുടെ ഒരു കമ്പനിയാണ്. ഫ്രൂട്ട് ജ്യൂസിൻ്റെ ഒരു കമ്പനിയായിരുന്നു. അങ്ങനെ കുറേ നാളത് ചെയ്തു, കുഴപ്പമില്ലാതെ പോയി. അങ്ങനെ ആ സമയങ്ങളിലാണ് എനിക്ക് പിന്നെയും ദൈവം 2 കുഞ്ഞുങ്ങളെ കൂടെ തന്നു. ഒരു ഭയങ്കര അത്ഭുതമാണ്. അതൊരു വലിയ സാക്ഷ്യം. 2 പേരെ ദൈവം തന്നു. ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവർ വളരുന്ന സമയത്ത് നമുക്ക് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾക്ക് ആ വീട് മാറാനൊന്നും ആ സമയത്ത് പറ്റത്തില്ല. നമുക്ക് വേറെ വീട് അവിടെ കിട്ടാൻ പൈസ, നമുക്ക് നേരത്തെ കോൺട്രാക്റ്റ് ഒക്കെ എടുക്കണം. ആ സമയത്തൊന്നും പൈസ നമ്മുടെ കയ്യിലില്ല. ജീവിച്ചു പോകുന്നു എന്നുള്ളൂ. പിന്നെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ പട്ടിണിയൊന്നും കിടന്നില്ല. വളരെ ദൈവത്തിൻ്റെ വലിയ കരുണ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ വീട്ടിൽ തന്നെ താമസിച്ചു. റെൻറ്റ് കൊടുക്കാനുള്ളതൊക്കെ കിട്ടും. പിന്നെ ആഹാരത്തിനുള്ളതും നമുക്ക് ആ ബിസിനസ്സിൽ നിന്ന് കിട്ടും. ഒരു പാർട്ട്ണർ ഉണ്ടായിരുന്നു, കൂടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ നാളിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ അവിടെ മാർത്തോമ പ്രാർത്ഥന വെച്ചു. ഞങ്ങളുടെ വീട്ടിൽ ഒരു പ്രാർത്ഥന വെച്ചപ്പോഴാണ് ഞങ്ങളെ ഇത് എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ പുള്ളിക്കാരിയുണ്ട്, ഷീല, ഞങ്ങളെ വിശ്വാസത്തിലോട്ട് കൊണ്ടുവന്ന ഷീലയും സണ്ണിച്ചായനും. ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. സണ്ണിച്ചായൻ നിത്യയിലെത്തി. ഷീല സിസ്റ്റർ ഇപ്പം തിരുവല്ലയിലുണ്ട്. ഞാൻ ഷീല സിസ്റ്ററിനെ ഇപ്പോൾ ഓർക്കുക. ദൈവത്തിന് താങ്ക്സ് പറയുന്നു. ഷീല സിസ്റ്ററിന് താങ്ക്സ് പറയുന്നു. കാരണം ഞങ്ങളെ രക്ഷയിലേക്ക് നടത്തിയവരാണ് ആദ്യം. അപ്പോൾ അവരുടെ വീട്ടിൽ ഒരു പ്രെയർ ഉണ്ടെന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ അടുത്താണ് ഞങ്ങളുടെ വീട്, ദുബൈയിൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു ഷീല സിസ്റ്ററിൻ്റെ വീട്. അങ്ങനെ ഞങ്ങൾ അവിടെ എന്നോട് പറഞ്ഞു വരണം. അന്ന് ഫ്രൈഡേ ആണ് അവിടെ മീറ്റിംഗ്, ഉച്ചയ്ക്ക്. ഞങ്ങളവിടെ മീറ്റിങ്ങിലേക്ക് പോയി. ഞാൻ പോയി. ഭവിച്ചാന് പിള്ളേർ കുഞ്ഞുങ്ങളായിരുന്നതുകൊണ്ട് ഭവിച്ചാൻ പറഞ്ഞു നീ ഒന്ന് പോയിട്ട് വരാൻ പറഞ്ഞു. എന്നോട് പോയിട്ട് വരാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ ആ മീറ്റിങ്ങിലേക്ക് ഒന്ന് കടന്നുപോയി. അപ്പോഴാണ് ഞങ്ങളെ വിശ്വാസത്തിലോട്ട് കൊണ്ടുവന്ന് ആംബ്രസംഗിൾ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. ആംബ്രസംഗിൾ തമിഴ് ആണ്. തമിഴ്നാട്ടിൽ നിന്ന് വന്നാണ്. പുള്ളിക്ക് ജോലിയുണ്ട്. ഇവിടെ ഈ ദേശത്ത് നമുക്ക് വിസ ഇല്ലാതെ, ഒരു ജോലി ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. ഇൻഡിപെൻഡൻസ് സഭ തുടങ്ങിയത് ഈ ആംബ്രസംഗിളാണ്. ആ ഇൻഡിപെൻഡൻസ് സഭ തുടങ്ങി ആദ്യത്തെ ഇൻഡിപെൻഡൻസ് സഭയാണ്. അന്നിവിടെ വലിയ ചർച്ചസ് ഒന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ആ വീട്ടിൽ പോയി. അപ്പം ആ ദിവസം തന്നെ ദൈവത്തിന് വലിയ കരുണ എന്നോട് തോന്നിയത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവം അത്ഭുതം ചെയ്തു. എനിക്ക് തന്നെ അറിയത്തില്ല. ഞങ്ങൾ പ്രാർത്ഥിക്കും, പക്ഷെ ഒത്തിരി ഇങ്ങനെ സ്തുതിച്ചെന്തോ അങ്ങനെ വലിയ പ്രാർത്ഥനയില്ല. ബൈബിള് വായിക്കും, പാട്ട് പാടും, പ്രാർത്ഥിക്കും, അങ്ങനെയേ ഉള്ളായിരുന്നു. അങ്ങനെ ഒരു ജീവിതമായിരുന്നല്ലോ. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കര ആരാധനയായിരുന്നു. ദൈവത്തെ എല്ലാവരും പാടി ആരാധിക്കുന്നു. അങ്ങനെ ഭയങ്കര ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു മീറ്റിംഗ് ആയിരുന്നത്. അവിടെ വെച്ച് എനിക്കൊന്നും അറിയാം, ഹോളി സ്പിരിറ്റിനെ കുറിച്ചൊന്നും അന്ന് എനിക്ക് അറിയത്തില്ലല്ലോ. അവിടെ ചെന്ന് കഴിഞ്ഞു ഭയങ്കര ആരാധന. ആംബ്രസങ്ങൾ ഇങ്ങനെ തലയിൽ കൈവച്ച് എല്ലാവരുടെയും ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പം എനിക്ക് ആ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തിയാൽ എന്നെ ദൈവം നിറയ്ക്കാനിടയായി. അങ്ങനെ അന്യഭാഷ എനിക്ക് ലഭിച്ചു. ആദ്യമായിട്ട് എനിക്ക് അങ്ങനെ അന്യഭാഷ ലഭിച്ചു. അതുവരെ എനിക്കറിയത്തില്ലല്ലോ. ഞങ്ങൾ മാർത്തോമ സഭയിലാണല്ലോ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇങ്ങനെ ഒരു ബെന്തിക്കോസ്റ്റൽ പ്രയറിലോട്ടൊന്നും പോയിട്ടില്ല. അപ്പോൾ അവിടെ ചെന്ന വലിയൊരു അനുഭവം, വലിയൊരു പ്രകാശം ഞാൻ കണ്ടു. പിന്നെ ഒരു ഇലക്ട്രിക് ഷോക്ക് പോലെയായിരുന്നു. ഞാൻ പറയാ, ഇത് കിട്ടാത്തവരെ അല്ലെ അറിയാത്തവരോടായിട്ടും പറയാണ്, പ്രേക്ഷകരോട് പറയാണ്, എനിക്ക് ആ ഒരു
വലിയൊരു അനുഭവമായിരുന്നത് എൻ്റെ ജീവിതത്തിൽ. അപ്പോൾ അതൊരു 89-ലായിരുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾ തീരെ ഇളയ മോൻ 6 മാസമേ ഉള്ളൂ ആ സമയത്ത് പ്രായം. അപ്പോൾ ഭയങ്കര ഒരു അനുഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ എല്ലാ വെള്ളിയാഴ്ച ഇങ്ങനെ കടന്നു പോകുമായിരുന്നു. അപ്പം പിന്നെ ഞങ്ങൾ ആമ്പ്രസങ്ങൾ ഇപ്പം ബാംഗ്ലൂർ ആയിരുന്നു, ഇപ്പം നിത്യതയിലേക്ക് കടന്നുപോയി. ഒത്തിരി വർഷം ദുബൈയിലുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ആത്മീയ വളർച്ച ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു ആമ്പ്രസങ്ങളിൽ കൂടെ വിശ്വാസത്തിലോട്ട് വരാൻ. പിന്നെ ഭാവിച്ചാൽ ഞങ്ങൾ വീട്ടിൽ പോയി. ആമ്പ്രസങ്ങളുടെ വീടും അവിടെ അടുത്ത് തന്നെ. അവിടെ പോയി ഞങ്ങൾ അവിടെ പോയി പ്രാർത്ഥിക്കാൻ പോയപ്പോൾ ആദ്യം തന്നെ ആമ്പ്രസങ്ങളിൽ ഒത്തിരി പ്രവചനപരവും എല്ലാം ഉണ്ട്. വിഷനും ദർശനങ്ങളും ഒക്കെ ഉള്ളൊരു ദേവദാസന, ഭയങ്കര ഒരു നല്ലൊരു ദേവദാസൻ. അപ്പം ഞങ്ങൾക്ക് ഒത്തിരി ആത്മീയ വളർച്ചയ്ക്ക് കാരണമായി തീർന്നു. ആമ്പ്രസങ്ങളാണ് ഇവിടെ ദുബൈയിലെ എല്ലാ ഇൻഡിപെൻഡൻറ്റ് സഭകളും നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ അന്ന് വീടുകളിലാണ് ഈ സഭകളെല്ലാം. ഹോളുകൾ കിട്ടത്തില്ല. അങ്ങനെ അതിനകത്ത് അപ്പം ഞങ്ങളുടെയും വീട് ഒരു വലിയ ഹോളൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് 19-60 പേർക്ക് വന്നിരുന്ന് ആരാധിക്കാൻ പറ്റുന്ന ഒരു ഹോളാണ് ആ സമയങ്ങളിൽ. അങ്ങനെ ഞങ്ങൾ അവിടെ ആമ്പ്രസങ്ങളിലോട് പറഞ്ഞു, നമ്മുടെ വീട്ടിലും നമ്മുടെ ഭവനത്തിലും ഒരു പ്രയറൊക്കെ വെക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്കൊരു ആഗ്രഹം. 1990 ഞങ്ങൾ അവിടെ ഒരു പ്രയർ സ്റ്റാർട്ട് ചെയ്യാൻ ദൈവം സഹായിച്ചു. ദൈവത്തിൻ്റെ വലിയ കരുണയാണ്. അപ്പം ബാബുച്ചായനോട് പാസ്റ്റർ പറഞ്ഞു, ആമ്പ്രസങ്ങൾ പറഞ്ഞു, പെട്ടെന്ന് ചോദിച്ചു, നിന്റെ വീട്ടിലൊരു പ്രവചനം ആത്മാവിൽ പറഞ്ഞു, നിന്റെ വീട്ടിലൊരു പ്രീസ്റ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഉണ്ടോയെന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ആ നിന്റെ ഗ്രാൻഡ് ഫാദർ ആന്ന് പറഞ്ഞു. അപ്പോൾ ഗ്രാൻഡ് ഫാദർ ചെയ്തതിനേക്കാൾ കൂടുതൽ നിന്നെ കൊണ്ട് ഞാൻ വേല ചെയ്യിപ്പിക്കാൻ പോവാന്ന് പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞ് പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, പിന്നെ പുള്ളി ദർശനങ്ങൾ ഇങ്ങനെ കാണുമായിരുന്നു, പാട്ടുകൾ എഴുതുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു പെൻ കൊണ്ട് ഇങ്ങനെ കാണുന്നെന്ന് പറഞ്ഞു, ഒരു സ്വർണ്ണ പേന കൊണ്ട് ഇങ്ങനെ കാണുന്നെന്ന് പറഞ്ഞു, എഴുതുന്നതായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, അതും പറഞ്ഞു ഞങ്ങളോട്, ഇങ്ങനെ ദർശനത്തിൽ കണ്ടാന്ന് പറഞ്ഞു, നീ പാട്ട് എഴുതുമെന്ന് പറഞ്ഞു. അങ്ങനെ ഭവിഷ്യാൻ കുറേ പാട്ടുകൾ എഴുതാൻ, കഷ്ടതയുടെ സമയമാണ് അത്. ആ സമയങ്ങളിൽ ജോലിയുണ്ട്, ചെറിയ ജോലി, പൈസ ഇല്ലാതെ വളരെ ബുദ്ധിമുട്ടിക്കൂടെ കടന്നു പോകുന്ന ഒരു കാലം. 6 വർഷം 86 മരിച്ച ശേഷം അവിടുന്ന് ഞങ്ങൾ 92 വരെ, 92-ലാണ് പുതിയ ജോലി ലഭിക്കുന്നത്. അപ്പം അതിനു മുമ്പ് ഞങ്ങൾ വീട്ടിൽ ഭവനത്തിൽ പ്രയറൊക്കെ തുടങ്ങി. അപ്പം PG അങ്കിൾ വന്നായിരുന്നു. PG അങ്കിൾ വന്നപ്പം അവിടെ ഒരു കൺവെൻഷൻ ഉണ്ടായിരുന്നു ദുബൈയിൽ. കൺവെൻഷനിൽ വന്നപ്പം ഞങ്ങളിങ്ങനെ പറഞ്ഞു, പ്രാർത്ഥിക്കുന്ന ഞങ്ങൾക്ക് വലിയ നല്ല പരിചയമായതുകൊണ്ട് പുസ്തകങ്ങൾ. അപ്പം എനിക്ക് ഈ അത്ഭുതങ്ങളുടെ താക്കോൽ, ആ പുസ്തകം കൊണ്ട് വലിയൊരു അത്ഭുതം എനിക്ക് കിട്ടി. കാരണം അത് വായിച്ചപ്പം നമ്മൾ ആ വിശ്വാസത്തിലോട് വരുന്ന ശിശുക്കളല്ലേ, ശിശുക്കള. അപ്പം ഞങ്ങളിങ്ങനെ അത് വായിച്ച് ഇരുന്നപ്പോഴാണ് എനിക്ക് ഞങ്ങളുടെ ഫ്രിഡ്ജ് കേടായി. അപ്പം പ്രയറൊക്കെ ഉണ്ട്, സാധനങ്ങളെല്ലാം നിറച്ച് വെച്ചിരിക്കുക. ഒരു ജൂലൈ ഓഗസ്റ്റ് ആ സമയം ഭയങ്കര ചൂടാണ്. അപ്പോൾ പ്രയറിലൊക്കെ വരുന്നതുകൊണ്ട് പെട്ടെന്ന് ഭാവിച്ചാൽ അവിടെ ഇല്ലെങ്കിൽ സാധനങ്ങളൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കണമെങ്കിലൊക്കെ പ്രയാസമല്ലേ. അപ്പോൾ കൂടുതൽ സാധനങ്ങളൊക്കെ അതിനകത്ത് വാങ്ങിച്ചു വെച്ചിരിക്കുക. അപ്പം പിള്ളേർ കുഞ്ഞുങ്ങളാണ്. അപ്പം ഞാൻ പറഞ്ഞു, രാവിലെ നോക്കിയപ്പോൾ ഫ്രിഡ്ജ് കേടായി. ഭാവിച്ചാൻ പെട്ടെന്ന് ഞാൻ പറഞ്ഞത് കേടായി. പിന്നെ അപ്പോൾ ഒരു ടെക്നീഷ്യനെ വിളിച്ചിട്ട് നോക്കിയപ്പം ഇതെല്ലാം കംപ്രസർ കേടായെന്ന് പറഞ്ഞു. കംപ്രസർ കേടായി. അപ്പോഴത്തേക്കിനും അയാൾ പറഞ്ഞു, അപ്പം പൈസ ഇല്ല നമ്മുടെ കയ്യിൽ. വച്ചാൽ നമുക്ക് മന്ത്ലി ഒക്കെ അല്ലേ പൈസ കിട്ടത്തുള്ളൂ. ഒരു മാസം ആകുമ്പോഴാണ്, ജോലി കഴിഞ്ഞ് 1 മാസം ആകുമ്പോഴേ പൈസ കിട്ടത്തുള്ളൂ. അപ്പോഴത്തേക്കിന് അങ്ങനെ അപ്പം പറഞ്ഞു, നാളെ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ പൈസ ഇല്ല. അപ്പം മത്തായിയുടെ സുവിശേഷത്തിൽ അതിൻ്റെ 18-19 പറയുന്നുണ്ടല്ലോ, ഈ ലോകത്ത്, ഈ ഭൂമിയിൽ വെച്ച് 2 പേര് ഐക്യമത്യപ്പെട്ട് ഏത് കാര്യം ചോദിച്ചാലും സ്വർഗസ്ഥനായ പിതാവെങ്കിൽ നിങ്ങൾക്ക് അത് ലഭിക്കുമെന്നുള്ള ആ വാഗ്ദത്തം. ഞങ്ങൾ ആ ദിവസങ്ങളിലൊക്കെ ഒത്തിരി ബൈബിളൊക്കെ വായിക്കുകയും പഠിക്കുകയും, പ്രസംഗങ്ങൾ വരുമല്ലോ, പ്രാർത്ഥിക്കും. ഞങ്ങൾ ഭവനത്തിൽ വരും, പ്രാർത്ഥിക്കും. അനേകർ പിന്നെ വരാൻ തുടങ്ങി. ആ സമയങ്ങളിൽ അനേകർ വരാനും തുടങ്ങി പ്രാർത്ഥനയിലേക്ക്. അപ്പം ഈ വിശ്വാസം, ഈ പുസ്തകം ഞാൻ എപ്പോഴും ബുക്കുകളെല്ലാം ഞാൻ വായിക്കുമായിരുന്നു. അങ്ങനെ വായിച്ച്
അപ്പം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ബാബുച്ചാനങ്ങ് വെളിയിലോട്ട് പോയി. വെളിയിൽ പോയി കഴിഞ്ഞപ്പം ഞാൻ, പിള്ളേർ കുഞ്ഞുങ്ങളായിരുന്നു, അപ്പോഴത്തേക്കും ഞാൻ അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പം എനിക്ക് ആ വിശ്വാസം കിട്ടി. ഈ ആ അത്ഭുതങ്ങളുടെ താക്കോല് വായിച്ചപ്പോഴത്തേന് ഒത്തിരി വിശ്വാസം കിട്ടി. അപ്പം ഞാനും പ്രാർത്ഥിച്ചു, കർത്താവേ അതുപോലെ എനിക്കും ഇത് ലഭിക്കണം എന്നുള്ളൊരു വിശ്വാസത്തിൽ. പൈസ ഇല്ല ഞങ്ങളുടെ കയ്യിൽ. അപ്പം അയാൾ പറഞ്ഞ, ആ ടെക്നീഷ്യൻ പറഞ്ഞായിരുന്നു 400 ദിറമാകുമെന്ന് പറഞ്ഞു, ഇവിടുത്തെ ദിറം, ദുബൈയിലെ പൈസ. അപ്പം അതിൻ്റെ, അപ്പം ആ ചില്ലറ പൈസ പോലും ഇല്ല, 400 ഫിൽസ് പോലും ഞങ്ങളുടെ കയ്യിൽ അന്നേരം ഇല്ല. പിന്നെ എപ്പോഴേലും ബാബുച്ചാന് കിട്ടുമോ എന്നുള്ളത് അറിയാൻ വേണ്ടിയാ വെളിയിലോട്ട് പോയി, പുറത്തോട്ട് പോയി. അങ്ങനെ ഇരുന്നപ്പം ഞാനിങ്ങനെ കരഞ്ഞ് ഒത്തിരി നിലവിളിച്ച് പ്രാർത്ഥിച്ചു. കർത്താവേ, ഒത്തിരി കഷ്ടങ്ങളിൽ കൂടിയല്ലേ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം കർത്താവേ, ഫ്രിഡ്ജില്ലെങ്കിൽ വലിയ പ്രയാസമല്ലേ. അപ്പോൾ ദൈവം, അത്ഭുതത്തിൻ്റെ ദൈവം, ഞാനൊരു 3 മണിയായപ്പോൾ ദൈവം എന്നോട് സംസാരിക്കുക, നീ പോയി ഫ്രിഡ്ജ് തുറന്നു നോക്കാൻ, നീ പോയി ഫ്രിഡ്ജ് തുറന്നു നോക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ദൈവത്തെ ഒത്തിരി സ്തുതിച്ചു. ഞാൻ ചെന്ന് അങ്ങോട്ട് നോക്കുമ്പം, നമുക്കറിയാമല്ലോ ഫ്രിഡ്ജ് തുറന്ന് നോക്കുമ്പോൾ ഇങ്ങനെ പുക പോലെ ഇങ്ങനെ വരുക, പുക പോലെ. അകത്തെല്ലാം ഞാൻ പോയി തൊട്ട് നോക്കി. അങ്ങനെ തൊട്ട് നോക്കി, ആ തൊട്ടെല്ലാം നോക്കി നല്ല തണുത്തിരിക്കുന്നു. ആ ആ സമയം തന്നെ ആയിരിക്കും ദൈവം, ഞങ്ങൾ ആ പ്രാർത്ഥിച്ചില്ലേ, രണ്ടുപേരെ ഐക്യപ്പെട്ട് ഒരു മനസ്സോടെ ദൈവത്തോട് ചോദിച്ച ദൈവം ഭൂമിയിൽ വെച്ചത് നിങ്ങൾക്ക് നൽകി തരും എന്നുള്ള വാഗ്ദത്തമാണ്, ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. ആ വാഗ്ദത്തം ആശ്രയിച്ചുകൊണ്ട് പിന്നെയും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ 3 മണിയായപ്പോൾ ദൈവം എന്നോട് പറഞ്ഞത് ആ ഫ്രിഡ്ജിൽ പോയി നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ഫ്രിഡ്ജെല്ലാം നോക്കിയപ്പോഴാണ് നല്ല തണുത്തിരിക്കുന്നു. പിന്നെ വൈകിട്ട് വായിച്ചാൽ വന്നപ്പം സത്യം പറഞ്ഞാൽ പൈസ കിട്ടിയില്ലായിരുന്നു, പൈസ കിട്ടിയില്ല. പക്ഷെ ദൈവത്തിന് അതറിയായിരുന്നു, ഒരു മെറ്റലിനെ സൗഖ്യമാക്കാനായിട്ട് ദൈവത്തിന് സാധിക്കുമെങ്കിൽ നമ്മളെയും എത്രമാത്രം ദൈവത്തിൻ്റെ സ്വന്തം സൃഷ്ടിയിൽ, സ്വന്തം ഛായയിൽ സൃഷ്ടിച്ച നമ്മളെ, കർത്താവിൻ്റെ മക്കളെ ദൈവം സംരക്ഷിക്കാതിരിക്കുമോ? ഞങ്ങൾക്ക് നല്ല വിശ്വാസമായി. ദൈവത്തിൻ്റെ അത്ഭുതകരം പ്രവർത്തിക്കാൻ തുടങ്ങി. ഇങ്ങനെ ആ ഫ്രിഡ്ജ് നല്ലതാക്കി കിട്ടി. അത് 12 വർഷം ഞാൻ ഉപയോഗിച്ചു. 12 വർഷം ഉപയോഗിച്ച് കഴിഞ്ഞപ്പം എനിക്ക് ഇത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രിഡ്ജ് കേടായിപ്പോയി. അപ്പം ഞങ്ങൾക്ക് കമ്പനിയിൽ നിന്ന് അപ്പം ഒരു ഫ്രിഡ്ജ് കിട്ടി. കാരണം അത് ഈ അന്ന് ബാബുച്ചാൻ ആ ജോലിയിലോട്ട് കയറിയ സമയത്താണ് അവിടെ ഈ ദേവുവിൻ്റെ ഫ്രിഡ്ജാണത്, കൊറിയയിൽ നിന്ന്. അങ്ങനെ ഞങ്ങൾക്കൊരു പുതിയ ഫ്രിഡ്ജ് അവിടെ കിട്ടി. അത് അങ്ങനെ അപ്പോഴത്തെ ഞാൻ ഈ ഫ്രിഡ്ജ് അവർക്ക് കൊടുത്തു. എൻ്റെ ഫ്രയറിലുള്ള ഒരു സഹോദരിക്ക് ഞാൻ കൊടുത്തു. അങ്ങനെ ദൈവ അത്ഭുതങ്ങളുടെ പിന്നെ ഒരു അത്ഭുതങ്ങളുടെ പിന്നെ ഒരു ഘോഷയാത്രയായിരുന്നു. അത്ഭുതങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. അപ്പോൾ ആ പ്രയാസത്തിൽ ദൈവം മാറ്റി. പിന്നെ പ്രെയർ തുടങ്ങി. അപ്പോൾ PJ എങ്കിൽ അന്ന് കൺവെൻഷൻ്റെ സമയത്ത് അവിടെ വന്നു. അപ്പം 91 വന്നത്. അപ്പം വന്ന് ഞങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കണം, ഞങ്ങൾക്ക് ഇത് ജോലി, ഒരു നല്ല ജോലി കിട്ടുന്നില്ല, വളരെ പ്രയാസമാണ്, മന്ത്ലി ഇൻകം വേണമല്ലോ, കുഞ്ഞുങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ദൈവത്തോട് ഞങ്ങൾ ചോദിച്ചു. അപ്പം അങ്ങനെ പുള്ളി ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു, ഭയങ്കര ഒരു പവർഫുൾ പ്രെയർ എന്ന് പറയാം. കർത്താവ് നിന്റെ മകനാണ്, നിന്റെ മകന് ഈ വർഷം തന്നെ 91 ഒരു നവംബറിലാണ് പുള്ളി അവിടെ വന്ന്, നവംബറിൽ വന്നു, ഈ വർഷം തന്നെ ഇത് നിന്റെ മകന് ജോലി കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഡിസംബർ ആയപ്പം ബോംബെയിലെങ്ങാണ്ട് ബാബുച്ചാന് പരിചയമുള്ളൊരു ഫ്രണ്ടിനെ കണ്ടു, അവിടെ കുറച്ചാൾ ജോലി ചെയ്തിരുന്നു. അപ്പം അവിടെ ആ ഫ്രണ്ടിനെ കണ്ടപ്പോഴത്തേക്കിനും ആ പുള്ളി പറഞ്ഞു, ഒരു ഇത് ഞങ്ങൾക്ക് അവിടെ ഒരു കമ്പനിയുണ്ട്, അത് ചെറിയ കമ്പനിയാണ്, നല്ലൊരു മാനേജർ അവിടെ ഇല്ലെന്ന് പറഞ്ഞു, അത് നടത്തിക്കൊണ്ട് പോയി. പെട്ടെന്ന് അഡ്രസ്സൊക്കെ കൊടുത്തു. ഞങ്ങളുടെ വീടിനടുത്ത് തന്നെയാണ്, വലിയ ദൂരമില്ല, ഒരു അരമണിക്കൂറിനകം അവിടെ എത്താൻ പറ്റും. അങ്ങനെ ബാബുച്ചാൻ നല്ലൊരു CV ഒക്കെ കൊണ്ടുപോയി അവിടെ പോയി ചെന്നു. അവരോട് അവിടെ ഇൻ്റർവ്യൂവിന് ചെന്നു, കൊടുത്തു. ഇൻ്റർവ്യൂവിന് ചെന്നപ്പം അവർ ഇറാനിയായിരുന്നു അയാൾ, അതിൻ്റെ ഓണർ ഇറാനിയായിരുന്നു. ബാബുച്ചാനെ ഇഷ്ടപ്പെട്ടു. വിജയങ്ങളുടെ പ്രാർത്ഥന അതുപോലെ ദൈവം അത് കേട്ടെന്നുള്ളതാണ്, അത്ഭുതത്തിൻ്റെ ദൈവം ഞങ്ങളോട് കരുണ ചെയ്തു. അങ്ങനെ ആ ജോലി 92 ജാനുവരിയിൽ അങ്ങനെ നല്ല ജോലി ദൈവം തരുവാൻ സഹായിച്ചു. പിന്നെ നമ്മൾ പ്രാർത്ഥന തുടങ്ങി മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുങ്ങൾ നല്ലതായിട്ട്, പിന്നെ അവർക്ക് ആ സമയങ്ങളിലൊക്കെ നമുക്ക് പാൽപ്പൊടി വാങ്ങിക്കാനും ഒക്കെ ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ട്, ഒത്തിരി പ്രയാസങ്ങളിൽ കൂടെ ഞങ്ങൾ കടന്നുപോയി. പക്ഷെ ഞങ്ങളുടെ നെയ്ബേഴ്സിനോ ഞങ്ങളുടെ ഫ്രണ്ട്സിനോ ആർക്കും അറിയത്തില്ല. നല്ലൊരു വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്, കമ്പനി എടുത്തുന്ന വീടായിരുന്നല്ലോ, ആ വീട്ടിൽ തന്നെ ഞങ്ങൾ താമസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ദൈവം സഹായിച്ചു.
ദൈവത്തിൻ്റെ വലിയ കരുണയായിരുന്നു. അങ്ങനെ ഒത്തിരി കഷ്ടങ്ങളിൽ കൂടെ 6 വർഷത്തെ ഒരു വലിയ കഷ്ടതയിൽ കൂടെ ഒത്തിരി പ്രയാസം ഞാൻ ഒത്തിരി വിവരിച്ച് എനിക്ക് പറയാൻ ഇപ്പം നമുക്ക് സമയക്കുറവുണ്ട്. ഞാനിങ്ങനെ ഒത്തിരി പറയുന്നില്ല. നമുക്ക് ഒത്തിരി പ്രയാസങ്ങളും ദുഃഖങ്ങളും ആ സമയങ്ങളിൽ ഉണ്ടായിരുന്നു. അങ്ങനെ പക്ഷേ ഒത്തിരി ആത്മാക്കളെ നേടാനായിട്ട് നല്ലൊരു ഉണർവാണ്. ഇന്നത്രയും ഉണർവില്ല ദുബൈയിൽ ഞങ്ങൾക്ക്. പക്ഷെ അന്ന് ഭയങ്കര ഒരു ഉണർവായിരുന്നു. ആ 92 93 ആ സമയങ്ങളിൽ ഞങ്ങൾ 10 വർഷം ഞങ്ങളുടെ ഭവനത്തിൽ പ്രയർ വെച്ചു. ഒരുപാട് ആത്മാക്കൾ വന്ന് സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെട്ട് കർത്താവിനെ സ്വീകരിച്ച് ഇന്ന് അവരൊക്കെ എല്ലാം ദുബൈയിലുണ്ട്. അവർ നല്ലതായിട്ട് ജീവിക്കുന്നു. വിശ്വാസത്തിൽ തന്നെ ആ ജനങ്ങളെല്ലാം കുറച്ച് പേരേ ഉള്ളൂ നാട്ടിലോട്ട് ജോലി പോയിട്ട് പോയതൊക്കെ ഉള്ളൂ. എങ്കിലും നല്ലൊരു വളരെ ഒരു സന്തോഷമായിരുന്നു ആ കാലയളവ്. നല്ല നമ്മൾ വിളിക്കുന്ന ഉടനെ അവർ വരും. നമുക്ക് നമ്പർ കിട്ടി ഉടനെ അവർ വന്ന് പ്രാർത്ഥന വരും. രാമൃസങ്ങൾ കുറേ വർഷം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ പുള്ളിയുടെ ജോലി തീർന്നപ്പോൾ പുള്ളി അങ്ങ് ബാംഗ്ലൂർക്ക് അങ്ങ് പോയി. അങ്ങനെ പിന്നെ നമുക്ക് പല പല നാട്ടിൽ നിന്ന് പല പല ദേവദാസന്മാർ വരും. നല്ല വിശ്വസ്തരായ നല്ല നമ്മുടെ ക്രിസ്ത്യമാമ അച്ചായനും PM തോമസ് അച്ചായനും അങ്ങനെ നമ്മുടെ ഭവനത്തിൽ വന്നു. അവിടെ താമസിക്കും. നമ്മുടെ ഭവനത്തിൽ വന്ന് ഈ ദേവദാസന്മാർ നാട്ടിൽ നിന്ന് വന്നാൽ കുറേ ദിവസം വന്ന് ശുശ്രൂഷ ചെയ്യും. എല്ലാവരും ബൈബിൾ ക്ലാസ് പഠിപ്പിക്കുക. ഇങ്ങനെ എല്ലാം ഒത്തിരി നല്ലൊരു അനുഗ്രഹമായിരുന്നു ആ കാലയളവ്. ആളുകൾക്കെല്ലാം എപ്പോഴും എല്ലാവർക്കും ജോലി പ്രശ്നമാണ്. അവിടെ ദുബൈയിൽ എല്ലാവർക്കും ജോലി പ്രശ്നമാണല്ലോ. ആ ജോലി പ്രശ്നത്തിൽ എല്ലാവരും വന്ന് ഇങ്ങനെ വന്ന് കരയുകയും എല്ലാവരും പ്രാർത്ഥനയിലേക്ക് വന്ന് വിശ്വാസത്തിൽ കാത്തലിക്സും എല്ലാ സഭക്കാരും യാക്കോക്കാരും മർത്തമക്കാരും എല്ലാ ആൾക്കാരും അങ്ങനെയുള്ളവരെല്ലാം ചെറുപ്പക്കാരാണ് കൂടുതൽ വന്നുകൊണ്ടിരുന്നത്. യുവജനങ്ങളാണ് കൂടുതൽ വന്ന് ജോലിക്ക് വേണ്ടി വന്നിട്ട് 7 വിസിറ്റേഴ്സായാലൊക്കെയാണ് വന്ന് അവിടെ വന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ ഒത്തിരി പ്രയർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ സമയങ്ങളിൽ ഒത്തിരി പ്രയർ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നല്ലതായിട്ട് ഇങ്ങനെ ഇപ്പം ക്രിസ്ത്യമാമയും അച്ചായനും അവിടെ വന്നപ്പോഴാണ് പിന്നെ ബാവിച്ചായന് ദൈവവേല ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഓർഡിനേഷൻ വേണം നമുക്ക്, പാസ്റ്ററായിട്ട് ഓർഡിനേഷൻ വേണമല്ലോ. നമുക്ക് ചർച്ചൊക്കെ അന്നേരം ആയിട്ടില്ല. അപ്പോഴത്തേനും അച്ചായൻ പറഞ്ഞു അങ്ങനെ വേണം ദൈവത്തിന് വേണ്ടി അപ്പം അച്ചായനാണത് ഞങ്ങൾക്ക് അവർ പ്രാർത്ഥിച്ചു. ഞങ്ങൾ കുറേ ദിവസം ഇരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ നിനക്ക് വേലയുണ്ട് അച്ചായനും പറഞ്ഞു, നിനക്ക് നല്ല വേലയുണ്ട്. അപ്പം ഒരു പാസ്റ്ററായിട്ട് അച്ചായനാണ് ഓർഡിനേഷനൊക്കെ കൊടുത്തു. അങ്ങനെ കൂടുതലായിട്ട് ആ സമയങ്ങളിലാണ് ഒത്തിരി പാട്ടുകളും എല്ലാം എഴുതാൻ സഹായിച്ചു. അങ്ങനെ 6 ആൽബം ബാബുച്ചാൻ ഉണ്ടാക്കി. വളരെ അനുഗ്രഹപ്പെട്ട അതായിരുന്നു ആ സമയങ്ങളൊക്കെയും. അങ്ങനെ 2000-ലായപ്പോഴും 2000 വന്നപ്പോൾ അപ്പം ആളുകൾ നിറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ ഹോള് തികയാതെ വന്നു. ഒത്തിരി ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. 2001 ഞങ്ങൾക്ക് ഷാർജയിലോട്ട് ഒരു ചർച്ച് ഹോള് കിട്ടി. പിന്നെ അങ്ങോട്ട് മാറി സൺഡേ സ്കൂളും ഉണ്ട്. അപ്പോൾ പിള്ളേരും എല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ചർച്ചിലോട്ട് മാറാൻ ഇടയായി 2001. അങ്ങനെ നല്ല ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ഇതായിരുന്നു. പ്രാർത്ഥനയും എല്ലാമായിട്ട് ആത്മീയമായിട്ട് വളരെ മുന്നോട്ട് പോവുമായിരുന്നു. ഒത്തിരി ആത്മാക്കൾ കടന്നു വരുമായിരുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് വിശ്വസ്തയോടെ ആ സമയങ്ങളിലെല്ലാം ആയിരിക്കാൻ ഞങ്ങളെ ഒത്തിരി ദൈവം സഹായിച്ചു. അങ്ങനെ ഞങ്ങൾ 2001 അപ്പം സൺഡേ സ്കൂൾ പിള്ളേരെയൊക്കെ വാനൊക്കെ എടുത്ത് അങ്ങനെ കൊണ്ടുപോകണമായിരുന്നു ഷാർജ. അങ്ങനെ എല്ലാവരും സഹായിച്ച് അങ്ങനെ എല്ലാവരും വന്നു. അങ്ങനെ കഴിഞ്ഞപ്പോഴാണ് 2004 ബാബുച്ചായനൊരു ഇത് അസിഡിറ്റി പോലെയാന്ന് പറഞ്ഞു. ഡോക്ടറെ കണ്ടു. ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ വളരെ ഒരു പ്രയാസമൊക്കെ വന്നു. ഡോക്ടർ പിന്നെ പറഞ്ഞു എൻഡോസ്കോപ്പി എടുക്കാൻ പറഞ്ഞു. പറഞ്ഞപ്പം പെട്ടെന്ന് എന്തോ ബ്ലീഡിങ് പോലെയൊക്കെ വന്നു. ഫുഡ് പൈപ്പിൽ എന്തോ പ്രോബ്ലം, ഭക്ഷണം ശരിക്കും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ വളരെ ഭാരമായി. അതിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി ഹാർട്ടിനും ഒക്കെ അസുഖം വന്നായിരുന്നു. അത് പിന്നെ അബുദാബി പോയി സ്റ്റെൻറ്റൊക്കെ ഇടുകയൊക്കെ ചെയ്തു. ഹാർട്ടിനൊരു കുറച്ച് അസുഖം വന്നു, സ്റ്റെൻറ്റ് ഇട്ടു, അത് മാറി. എല്ലാവരും ഉപവസിച്ച് പ്രാർത്ഥിച്ചു, ദൈവാത്ഭുതം ചെയ്തു. അങ്ങനെ ഞങ്ങൾ 2004 ലേഷോർ ഹോസ്പിറ്റലിലോട്ട് പോയി. എറണാകുളത്ത് ഇവിടുത്തെ ഡോക്ടർ അവിടെ ജോലി ചെയ്ത ആളാണ്, ഒരു തരിയൻ.
ആ ഡോക്ടർ പറഞ്ഞു ലക്ഷോലോട് പോകാൻ പറഞ്ഞു. ബ്ലീഡിങ് പോലെ ഇച്ചിരി വന്നു എൻഡോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞപ്പം. അപ്പം എൻ്റെ സിസ്റ്റർ UK-ലാണ്, ചേട്ടൻ, അവർ രണ്ടുപേരും ഡോക്ടേഴ്സാണ്. പിന്നെ അവരും വന്നു. അവരും കൂടെ വന്ന് ഞങ്ങളെ സഹായിച്ചു. വന്ന് ഞങ്ങൾ ലക്ഷോറിലൊക്കെ പോയി. അങ്ങനെ അവിടെ ചെന്നപ്പം അവർ അവർ നോക്കി സ്കാനൊക്കെ ചെയ്തു, CT സ്കാനൊക്കെ ചെയ്തു. അങ്ങനെയെല്ലാം ചെയ്തപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഇത് ഒരു ഗ്രോത്ത് ഉണ്ട് അവിടെ. എല്ലാം നോക്കിയപ്പോൾ ഒരു ഗ്രോത്ത് ഉണ്ട് ഫുഡ് പൈപ്പിനകത്ത്. ആ ഗ്രോത്ത് ഇത് ക്യാൻസറസ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ 2004 നവംബറിലാണ് ഞങ്ങൾ, വലിയൊരു ഓപ്പറേഷനായിരുന്നു. 10 മണിക്കൂറെടുത്തു, വലിയൊരു ഓപ്പറേഷൻ. അപ്പോൾ പകുതി ഭാഗം വയറൊക്കെ പോയി, വയറെല്ലാം മുറിച്ച് മാറ്റേണ്ടി വന്നു. അപ്പം 73 കിലോ ഭാരമുണ്ടായിരുന്നു, അത് പിന്നെ 10 കിലോ പോയി, 63ആയി. ഓപ്പറേഷൻ്റെ സമയത്താണ് ഭയങ്കര ഒരു ആ സമയത്ത് കുഴപ്പമില്ല. 10 മണിക്കൂർ എല്ലാവരും പ്രാർത്ഥിച്ചും ഉപവസിച്ചും എല്ലാവരും ഇരിക്കുമായിരുന്നു. ഞങ്ങളുടെ സിസ്റ്റേഴ്സൊക്കെ, വാൽച്ചാൻ്റെ സിസ്റ്റേഴ്സും ബ്രദേഴ്സും ബ്രദർലോസും എല്ലാവരും ദൈവ മക്കളായതുകൊണ്ട് എല്ലാവരും ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ അവിടെ വന്നിട്ട് പ്രയറുകാർ, ഞങ്ങളുടെ ദുബൈയിൽ നിന്ന് എല്ലാ ആൾക്കാരും വരാൻ തുടങ്ങി. പ്രയറിൽ പ്രാർത്ഥന, ദുബൈ പ്രാർത്ഥന തുടങ്ങി. എല്ലാവരും അങ്ങ് ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ആ ഒരു 3 ദിവസം ഓപ്പറേഷൻ കഴിഞ്ഞ് ട്യൂബിൽ കിടക്കുക, ICU കിടക്കുക. ICUവിൽ ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്കിന് അതുവരെ സക്സസ് ആയി, എല്ലാ ഓപ്പറേഷൻ കഴിഞ്ഞ് റെസ്റ്റ് എടുത്താൽ മതി എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു, എല്ലാം പറഞ്ഞതായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഞാൻ അവിടെ 3-ാം ദിവസം ട്യൂബിലെല്ലാം ഇങ്ങനെ കിടക്കുമ്പോൾ വിസിറ്റേഴ്സിനെ ഒന്നും അധികം കയറ്റത്തില്ല. ഞങ്ങൾ 8ാം ഫ്ലോറിലാണ്, 8ാമത്തെ ഫ്ലോറിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് റൂം. അപ്പോൾ രാവിലെ 7 മണിക്ക് വിസിറ്റിംഗ് ടൈമാണ്. ആ വിസിറ്റിംഗ് ടൈമിലേക്ക് ഞാൻ പോയി. ഞാൻ വിസിറ്റിംഗ് ടൈം ഒരാൾക്കേ കയറാൻ പറ്റത്തുള്ളൂ. ഞാൻ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോഴത്തേക്കിന് 10 ഡോക്ടർമാരിങ്ങനെ നിൽക്കുക, 10 ഡോക്ടർമാർ. അപ്പം ഞാൻ എന്നെ അറിയിക്കാൻ, ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ, നേഴ്സുമാരും അല്ല വിളിച്ച് പറയണ്ടേ, ഒന്നും പറഞ്ഞില്ല. രാത്രി തുടങ്ങിയതാ ഭയങ്കര ശ്വാസം മുട്ടൽ. ഇത് ഓക്സിജൻ ഇതൊക്കെ വെച്ചിട്ടുണ്ട്, ഓക്സിജൻ്റെ ഇതൊക്കെ എല്ലാം ഇട്ട് വെച്ചിരിക്കുക. അപ്പം സർജൻ എന്നോട് വന്ന് പറഞ്ഞു ഇത് ഓപ്പറേഷൻ ചെയ്ത സമയത്ത് അവർ കണ്ടില്ല. അവർ പെരിക്കാർഡിനകത്ത് ഫ്ലൂയിഡ് തറയുന്നു. ഫ്ലൂയിഡ് ഒരു 60% എബവ് ആയാൽ ഹാർട്ട് അറ്റാക്ക് വരും. അപ്പം അവർ അതെല്ലാം മുറിച്ചാലേ എല്ലാം അവിടെ വയറും ആ ഭാഗം എല്ലാം അന്നേരം ഒന്നും അവർക്ക് കാണാൻ പറ്റിയില്ല. അപ്പം 3-ാം ദിവസമാണ് ഇത് സംഭവിക്കുന്നത്. അങ്ങനെ അവിടെ അപ്പോൾ അവർ പറഞ്ഞു 10 ഡോക്ടർമാർ നിൽക്കുക. അപ്പോഴത്തേനും ഭവിച്ച എന്നോട് പറഞ്ഞു, മോളെ പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്കത് കണ്ടപ്പം വല്ലാത്തൊരു വിഷമം വന്നു. ഡോക്ടർമാരുടെ മുമ്പ് ഞാൻ കരഞ്ഞില്ല. പക്ഷേ എൻ്റെ ദൈവം, എനിക്കറിയാം എന്നെ കൈവിടത്തില്ലെന്ന് എനിക്കറിയാം. എൻ്റെ ദൈവത്തിലോട്ട് ഞാൻ ആശ്രയിച്ചു. പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ 48 മണിക്കൂർ എന്ന് അവർ പറഞ്ഞു. 48 മണിക്കൂർ സമയം എന്ന് പറഞ്ഞാൽ അറിയിക്കാമെന്ന് ഡോക്ടർമാർ പറയുമോ, അറിയിക്കാം. ഇപ്പം എന്നേക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ പിന്നെ പെട്ടെന്ന് ലിഫ്റ്റേ കയറി ഞാൻ പൊട്ടിക്കരഞ്ഞു. ലിഫ്റ്റേ കയറി പൊട്ടി കഴിഞ്ഞ് കരഞ്ഞു. എന്നിട്ട് ഭവിഷ്യാനും പറഞ്ഞില്ല, പോയി പ്രാർത്ഥിക്കും മോളെ എന്ന് പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്ന് റൂമിൽ ചെന്നിട്ട് എല്ലാവരും വിളിച്ചു. എല്ലാവരും എറണാകുളത്തുണ്ട്. എറണാകുളത്ത് എല്ലാവരും ഉണ്ട്. ആലുവയിലുണ്ട് പെങ്ങൾ, എൻ്റെ സിസ്റ്റേഴ്സൊക്കെ എറണാകുളത്തുണ്ട്. എല്ലാവരെയും ഞാൻ വിളിച്ചു. ബ്രദർ ലോസ് എല്ലാവരും വന്നു. ആശുപത്രി നിറച്ച് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഫോണൊക്കെ ഓഫ് ചെയ്തേച്ച് ദുബൈയിലോട്ടും വിളിച്ചു പറഞ്ഞു. അന്ന് ഫ്രൈഡേ ആയിരുന്നു. ഞങ്ങളുടെ ചർച്ചിലോട്ടും ഇപ്പം ഞാൻ പാസ്റ്റേഴ്സിനോടെല്ലാം പറഞ്ഞു, ഇത് എല്ലാം നമുക്ക് എല്ലാ ചർച്ചിലും വിളിച്ചു പറയാൻ പറഞ്ഞു. അങ്ങനെ എല്ലാ ദുബൈയിലെ ചർച്ചിനെ അറിയിച്ചു. അങ്ങനെ എല്ലാ ചർച്ചിലും വിളിച്ചു പറഞ്ഞു. വെള്ളിയാഴ്ച ആയിട്ട് അതൊരു വലിയ ഭാഗ്യമായി. കാരണം മറ്റെല്ലാ ദിവസങ്ങളും പലരും പല കാര്യങ്ങളിലേക്ക് പോകുമല്ലോ. അന്ന് എല്ലാവരും പ്രാർത്ഥനാ ദിവസമായതുകൊണ്ട് എല്ലാവരും എല്ലാ സഭയിലും വിളിച്ചു പറഞ്ഞു പ്രാർത്ഥിച്ചു. ഞങ്ങളും പ്രാർത്ഥിച്ചു. ഞങ്ങളെല്ലാം നല്ല വിളിച്ച് പ്രാർത്ഥിച്ചു. 3 മണിയായപ്പം അവർ പറഞ്ഞു നിങ്ങളിങ്ങോട്ട് വരണ്ട, അറിയിച്ചോളാന്ന് പറഞ്ഞു. അപ്പം നമുക്കൊന്നും ചെയ്യാനില്ല, അവർക്കും ചെയ്യാനില്ല. അവർ നട്ടലിൽ കൂടെ ഏതാണ്ട് എടുക്കാം എന്നൊക്കെ, അമൃതായി കൊണ്ടുപോകാം, ഒരു ഡോക്ടർ പറയുന്ന അമൃതായി കൊണ്ടുപോകാം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ അതൊന്നും നമുക്ക് നടക്കുന്ന കാര്യമല്ല. വയറ് മുഴുവൻ ഇതെല്ലാം ട്യൂബിലെല്ലാം കണക്ട് ചെയ്തിട്ടിരിക്കുക. ഒന്നും ചെയ്യാനൊക്കാത്ത അവസ്ഥയാണ്. അപ്പം നമുക്ക് ദൈവം അല്ലാതെ വേറൊരു ആശ്രയമില്ല.
ആ സമയത്ത് ദൈവമല്ല, മനുഷ്യന്റെ മാനുഷ്യമായിട്ടുള്ള ഒരു ബുദ്ധിയോ കഴിവോ ഒന്നും അവിടെ ഇല്ല. ഡോക്ടർമാരുടെ എത്ര അവർക്ക് ഒന്നും പറയാനില്ലായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാം നിലവിളിച്ച്, സഭയായിട്ട് മൊത്തം എല്ലാവരും നിലവിളിച്ചു, പ്രാർത്ഥിച്ചു. അങ്ങനെ 3 മണിയായപ്പം ഞങ്ങൾ ഓർത്തു ഒന്ന് പോയി നോക്കാം, ഒന്ന് അന്വേഷിക്കാം. അവിടുന്ന് ന്യൂസ് ഒന്നും വന്നില്ലല്ലോ, അവരൊന്നും വിളിച്ച്, നഴ്സുമാരൊന്നും വന്നില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോഴത്തേക്കിന് ഞങ്ങൾ 3 മണിയായപ്പം ഐസിയുലോട്ട് ചെന്നു. ഐസിയുലോട്ട് ചെന്നപ്പോൾ അവിടെ ഒരു ഡോക്ടറേ ഉള്ളൂ. ആ ഡോക്ടർ പറഞ്ഞു, ഇപ്പൊ ഒത്തിരി ബെറ്റർ ആയിട്ടുണ്ട്, ഫ്ലൂയിഡ് ഇച്ചിരി കുറഞ്ഞിട്ട്, അതിൻ്റെ ആ പ്രയാസങ്ങൾ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. ശ്വാസം മുട്ടലൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഓക്സിജൻ മാസ്ക് അത് വെച്ചിട്ടുണ്ട്, ഓക്സിജൻ കൊടുക്കുന്നുണ്ട്. എന്നാലും ഒത്തിരി ബെറ്റർ ആയിട്ടുണ്ട്. പക്ഷെ ഒരു എക്കോ കാർഡ് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പം ബോഡി അനക്കാൻ പാടില്ല. ഐസിയു വലിയൊരു ഐസിയു, അതിനകത്ത് ഒത്തിരി ആൾക്കാരും ഉണ്ടല്ലോ. പക്ഷെ പുള്ളി ഒരിക്കലും അങ്ങനെ ചെയ്യുന്നതല്ല. അവരൊന്നും അവിടെ പേഷ്യന്റിനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ആ റൂമിൽ കൊണ്ടുപോയി ചെയ്യുന്നത്. പക്ഷെ ബാബുച്ചാൻ്റെ കേസിൽ അവർ പറഞ്ഞ ആ മെഷീൻ ബാബുച്ചാൻ്റെ അടുത്തോട്ട് കൊണ്ടുവന്നിട്ട് അനക്കാതെ ബോഡി അനക്കാതെ അത് ചെയ്യേണ്ടി. അപ്പൊ അങ്ങനെ ചെയ്ത് എക്കോ കാർഡ് എടുത്തു. അപ്പൊ പുള്ളി ഒരു ചാട്ടം ചാടി. ഇറ്റ് വാസ് വാനിഷ്ഡ് എന്നും പറഞ്ഞ് ഡോക്ടർക്ക് അങ്ങ് വലിയ അതിശയം, ഭയങ്കര ഒരു അതിശയം. അപ്പം ഇറ്റ് വാസ് വാനിഷ്ഡ് എന്ന് പറഞ്ഞു. ആ ഫ്ലൂയിഡ് എങ്ങോട്ട് പോയെന്ന് കണ്ടില്ല. അത് സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി മാറ്റി തന്നതാ. ദൈവത്തിന്റെ അത്ഭുതകരം അവിടെ പ്രവർത്തിച്ചു. എത്ര സ്തുതിച്ചാലും മതിയാകയില്ല. ഞാൻ ദൈവത്തെ ഒത്തിരി സ്തുതിക്കുന്നു. ആയുസ് ദൈവം നീട്ടി തന്നു. അപ്പം അന്ന് പിള്ളേരൊക്കെ, കൊച്ചു പിള്ളേരെ 10ലും 12ലും ഒക്കെ പഠിക്കുക. 10ലും 12ലും പഠിക്കുന്ന സമയമാണ്, പബ്ലിക് എക്സാമാണ്. അപ്പം ഞാനും അവിടെ ഇല്ല, ഞങ്ങളെല്ലാം ഇവിടെ ആശുപത്രിയിലല്ലേ. പിള്ളേരും പിന്നെ വന്നു. ഈ സമയത്ത് പിള്ളേരും വന്ന് കാണുകയൊക്കെ ചെയ്തു. പിന്നെ അവർക്ക് പഠിക്കണമെന്നുണ്ട്, അവർ തിരിച്ചു പോയി. അപ്പം സഭയിലോട്ട് ദുബൈയിലെല്ലാം വിളിച്ചു പറഞ്ഞു. ദൈവം അത്ഭുത സൗഖ്യം തന്ന് പിന്നെ ഞങ്ങൾ ആ ഗ്രോത്ത് അങ്ങ് മാറ്റിക്കളഞ്ഞു. പിന്നെ 1 മാസം അവിടെ കിടക്കേണ്ടി വന്നു ആശുപത്രിയിൽ. അത് കഴിഞ്ഞ് ഞങ്ങൾ 2 മാസം റെസ്റ്റ് എടുത്തു. പിന്നെ ഞങ്ങൾ ഇവിടെ ദുബൈയിലോട്ട് തിരിച്ചു പോയി. അപ്പം ഡോക്ടർമാർ പറഞ്ഞായിരുന്നു കീമോതെറാപ്പി എടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ബാബുച്ചാൻ ടാബ്ലറ്റ് ആയിരുന്നു അന്ന് കഴിച്ചത്. 6 ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എന്തോ ബാബുച്ചാൻ ചെയ്തില്ല. അത് ഡോക്ടർമാർ പറഞ്ഞു അങ്ങനെ ചെയ്യണമെന്ന്. പക്ഷെ ടാബ്ലറ്റാണ് എടുത്തിരുന്നത്. ടാബ്ലറ്റ് കഴിച്ചു. വലിയ പ്രയാസമായിരുന്നു. ആ ഫുഡ് പൈപ്പ് ചെറുതായിരുന്നോണ്ടേ ആഹാരം കഴിക്കാൻ വളരെ പ്രയാസമായിരുന്നു, വളരെ ബുദ്ധിമുട്ടായിരുന്നു. കൊച്ചു പിള്ളേരെ കഴിക്കുന്ന പോലെ ഡോക്ടർ 3-4 പ്രാവശ്യമായിട്ട് കഴിക്കാൻ പറഞ്ഞു കുറച്ച് ആഹാരം. പിന്നെ നല്ല നല്ല ഫുഡുകളൊക്കെ, ഈ നട്ട്സ് പോലെയുള്ള അങ്ങനെയുള്ളതൊക്കെ കൊടുക്കും. അതിൽ ഫ്രൂട്ട് ജ്യൂസ്, നല്ല നല്ല ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള 10 കിലോ വെയിറ്റ് കുറഞ്ഞു പോയിരുന്നു. അങ്ങനെ എന്നാലും പിന്നെ ഇവിടെ ദുബൈ വന്നു. കുഞ്ഞുങ്ങളുടെ പരീക്ഷയുടെ ഒരു സമയം എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രയാസമായിരുന്നു. ദൈവം ഞങ്ങളോട് നന്മ ചെയ്തു, കരുണ ചെയ്തു. ആ സമയങ്ങൾ എന്നെപ്പോൾ ഓർക്കുക. കാരണം അവർക്ക് നല്ലൊരു, അത് കഴിഞ്ഞ് ദൈവം നല്ല വിജയമൊക്കെ അവർക്ക് കൊടുത്തു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വല്ലാത്തൊരു വിഷമത്തിൽ കൂടി ആ സമയങ്ങളിൽ കടന്നുപോയത്. അങ്ങനെ പിന്നെ ശുശ്രൂഷ ചെയ്തു, ദൈവത്തിന് വേണ്ടി ഒത്തിരി ഓടി നടന്ന് ദൈവവേല ചെയ്തു. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് മുന്നോട്ട് വളരെ എല്ലാവരും ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി പ്രെയർ നമ്മുടെ പള്ളിയിൽ തന്നെയാണല്ലോ. ഇപ്പം പള്ളിയിലായിരുന്നു, എല്ലാവരും വന്ന്, അനേകർ വന്ന് സന്തോഷം, വളരെ നല്ലതായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ 2008 2008 ബാദുഷാന് എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോഴും ദൈവത്തിൻ്റെ പ്ലാൻ അങ്ങനെയായിരിക്കാം, ആയുസ് എനിക്കറിയത്തില്ല. 2008 ബാദുഷാന് പിന്നെ വെയിറ്റ് കുറയാൻ തുടങ്ങി. നമ്മൾ കീമോ, ഞാനെപ്പോഴും ചിന്തിക്കും, അപ്പോൾ എല്ലാവരും പറയില്ല അങ്ങനെയല്ല, കീമോ എടുത്തിരുന്നെങ്കിൽ ബാദുഷാൻ ഇന്നും ജീവിച്ചിരുന്നേനെ എന്നുള്ളൊരു ചിന്ത മനസ്സിൽ എപ്പോഴും എനിക്ക് വരുമായിരുന്നു. പക്ഷേ ബാദുഷാൻ എന്നോട് തന്നെ പറഞ്ഞു, ദൈവം ബാദുഷാനോട് സംസാരിച്ചെന്ന് പറഞ്ഞു. ആയുസ് 4 വർഷം നമുക്ക് നീട്ടി തന്നതാ, അത് ദൈവത്തിൻ്റെ കരുണയാണ്. ആ സമയത്ത് മരിക്കാമായിരുന്നു. ആ ഓപ്പറേഷൻ്റെ സമയത്ത് 2004 ആ ഓപ്പറേഷൻ. 4 വർഷം ദൈവം നീട്ടിത്തന്നു. അതിന് ഞാൻ ദൈവത്തെ ഒത്തിരി സ്തുതിക്കുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒത്തിരി പേര് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ക്യാൻസർ രോഗികൾ ഒരുപാട് പേര് ക്യൂറായിട്ടുണ്ടല്ലോ, ഒരുപാട് പേര് സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എന്തുകൊണ്ടാണ് ബാദുഷാൻ ആ കീമോതെറാപ്പി എടുക്കാഞ്ഞെന്നുള്ള ഒരു വിഷമം എനിക്ക് ഇന്നും മനസ്സിലുണ്ട്. ഇടയ്ക്ക് ചിന്തിക്കും. പക്ഷെ ദൈവം എന്നോട് അന്നും പറഞ്ഞു,
എടുത്തിരുന്ന ഇന്നും ജീവനോടെ ഇരിക്കുമായിരുന്നല്ലോ, ദൈവത്തിന്റെ വേല കൂടുതലായി ചെയ്യാമായിരുന്നല്ലോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. എങ്കിലും ദൈവത്തിന് ഓരോ പ്ലാൻ ഉണ്ടല്ലോ ഓരോരുത്തരെ കുറിച്ച്. അന്ന് നമ്മുടെ നിലവിളി കേട്ടു, ദൈവ സൗഖ്യം തന്നു, 4 വർഷം ആയുസ് നീട്ടി തന്നു. അങ്ങനെ ഞങ്ങള് 8-ലായപ്പം വെയിറ്റ് അങ്ങ് കുറയാൻ തുടങ്ങി. 63 കിലോ വെയിറ്റ് ആയിരുന്നു, 55. ആഹാരം കുറച്ച് കുറച്ചേ കഴിക്കുന്നുള്ളൂ, കുറച്ച് കുറച്ചെല്ലാം കഴിക്കും, എല്ലാം കുറച്ച് കഴിച്ചു കഴിഞ്ഞു. പക്ഷേ എല്ലാ വർഷവും ഞങ്ങൾ പോയി ചെക്കപ്പ് നടത്തുമായിരുന്നു. ചെക്കപ്പ് നടത്തുമ്പം ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യും, ഒരു കുഴപ്പവുമില്ല, ഒന്നും കാണിക്കുന്നില്ലായിരുന്നു, ഒരു സിംറ്റവും കാണിച്ചില്ല. പക്ഷേ 8 ഞങ്ങൾ ലക്ഷോറി ചെന്നപ്പം അവര് ഇതെടുത്തു, സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അവർ പറയുമോ വയറിനകത്തോട്ടെല്ലാം അങ്ങ് പടർന്നു പോയെന്ന്. അതൊരു വലിയ ഷോക്കായി. അത്രയും നേരം ഒരു അസുഖവും ഇല്ല, ദൈവത്തിന്റെ വേല വിശ്വസ്തയോടെ എല്ലാം ചെയ്തുകൊണ്ടിരുന്നു, ഒരു കുഴപ്പമില്ലാതെ. ഫുഡ് മാത്രം ഇച്ചിരി കുറവായിരുന്നു, ഇങ്ങനെ ഒത്തിരി കഴിക്കത്തില്ല, ആവശ്യത്തിന് കുറച്ചൊക്കെ കഴിക്കുമായിരുന്നു. അങ്ങനെ എന്നാലും എന്താ പെട്ടെന്ന് 63 കിലോ തന്നെ നിൽക്കുമായിരുന്നു. അങ്ങനെ 55 കിലോ വന്നു. പിന്നെ അവിടെ ചെന്നു, അവർ പറഞ്ഞു ഒന്നുകൂടെ നോക്കാമെന്ന്, ഓപ്പറേഷൻ ചെയ്ത്. ഇന്നാളത്തെ പോലെ ഓപ്പറേഷൻ ചെയ്ത അപ്പം ഇനിയും എന്തെങ്കിലും മാറ്റാൻ പറ്റുമോ എന്ന് അവർക്ക് നോക്കണമായിരുന്നു. അങ്ങനെ പിന്നെയും ഒരു ഓപ്പറേഷൻ ചെയ്തു. പക്ഷെ ചെയ്തപ്പോൾ എല്ലാം പടർന്നു പോയി. അവർ പറഞ്ഞു ഒന്നും ചെയ്യാനൊക്കത്തില്ലെന്ന് പറഞ്ഞ് അവര് അത് എല്ലാം ഡ്രസ്സ് ചെയ്ത് ഞങ്ങൾ പിന്നെ ആശുപത്രി 1 മാസം അവിടെ കിടന്നു. അപ്പം ഞങ്ങളിങ്ങനെ പറഞ്ഞപ്പോൾ ബാബുശാനോട് ദൈവം സംസാരിച്ചെന്ന് അനേകർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, അനേകർ പിന്നെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ആ പ്രസംഗങ്ങളുണ്ട്, എല്ലാവരും വന്ന് പ്രാർത്ഥിച്ചു, എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിന്നെ അപ്പോൾ ബാബുശാൻ പറഞ്ഞു, അന്ന് റിനോഡ് ബോങ്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു അവിടെ പോകാം, എറണാകുളത്ത് തന്നെയാണ്, ലേശ്വറിൻ്റെ അടുത്ത് തന്നെയായിരുന്നു. റിനോഡ് ബോങ്കെ എടുക്കുക, അപ്പം മരിച്ചവരെ ഉയർപ്പിച്ച ഒരു വ്യക്തിയാണല്ലോ. അപ്പം നമുക്കൊരു വിശ്വാസം, ഭയങ്കര ഒരു വിശ്വാസമുണ്ട്. അപ്പം ഞാൻ എല്ലാവരും പറഞ്ഞൊരു പാസ് കിട്ടാമോ, പാസ് എടുക്കാം, നമുക്കൊന്ന് പാസ് എടുക്കാം, അവിടെ നോക്കാം, ഒന്ന് കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞു. ഔട്ട് പാസ് കിട്ടും ഹോസ്പിറ്റലിൽ നിന്ന്. അപ്പം ഞങ്ങൾ അങ്ങനെ പോകാമെന്നൊക്കെ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു. പക്ഷേ ആ സമയത്തൊന്നും എന്തോ അത് നടന്നില്ല, പോകാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ വായിച്ചപ്പോൾ പറയുക എന്നോട്, മോളെ ദൈവത്തിന് എല്ലാം അറിയാം, ദൈവം അവിടെ ഇങ്ങോട്ട് ആ റിനോൾഡ് ബോങ്കെ നമ്മുടെ ലേശ്വർ ഹോസ്പിറ്റലിലോട്ട് തന്നെ കൊണ്ടുവരാൻ സാധിക്കും. അത്രയും സർവശക്തന ദൈവമല്ലേ. പുള്ളി വന്ന് പറഞ്ഞ് ദൈവം ബോങ്കെ കൊണ്ടാണ് എന്നെ സൗഖ്യമാക്കുന്നെങ്കിൽ ഇവിടെ വരും, തീർച്ചയായും വന്ന് ഇവിടെ എന്നെ വന്ന് സൗഖ്യമാക്കും, നമ്മൾ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. അങ്ങോട്ട് അത്രയും വിശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെയും തിരിച്ച് ദുബൈയിൽ വന്നു. അപ്പം ബാദുഷാന് കുറച്ച് കഴിക്കും, എന്നാലും ക്ഷീണമൊക്കെ ആയി തുടങ്ങി. പിന്നെ ഓർഡിനേഷൻ കൊടുക്കണമായിരുന്നു പാസ്റ്റേഴ്സിന്, അന്ന് എൽഡേഴ്സായിരുന്നു എല്ലാവരും. അപ്പം അവിടെ ഒരു സഭ മുന്നോട്ട് പോകണമല്ലോ. ബാദുഷാനോടൊപ്പം ദൈവം സംസാരിച്ചു, ഞാൻ നിന്നെ തിരിച്ചെടുക്കുവാന്ന് പറഞ്ഞു. അപ്പം പുള്ളിക്ക് ആ വിശ്വാസത്തിലോട്ട് നല്ലതായിട്ട് വന്നു. അത് അന്നേരം പറഞ്ഞു എന്നോട്, ഇങ്ങനെ പറഞ്ഞു ദൈവം, ഞാൻ നിന്നെ എടുക്കുക എന്ന് പറഞ്ഞു. അപ്പം ഇവിടെ ഇതുവേ വന്നു, ഇച്ചിരി പ്രയാസങ്ങളൊക്കെ ആയിരുന്നു, ഒന്നും കഴിക്കാനൊക്കെ പറ്റത്തില്ലല്ലോ, ആരോഗ്യം തീരെ കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ പാസ്റ്റേഴ്സിനെ ഓർഡിനേഷൻ കൊടുത്തു, 2 പാസ്റ്റേഴ്സിനെ എടുത്തു, പിന്നെ എൽഡേഴ്സിനെ ഒക്കെ എടുത്തു, എല്ലാം ഓർഡിനേഷൻ എല്ലാം കൊടുത്തു. പിന്നെ ഞങ്ങൾ ഇപ്പം കമ്പനിയുടെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ബാബുച്ചാൻ്റെ പേരിലാണ് കാറൊക്കെ കിടക്കുന്നത്. അപ്പം പിള്ളേർ പഠിച്ചുകൊണ്ടിരിക്കുക, കോളേജിലൊക്കെ ഒരാൾ ബാംഗ്ലൂർ പഠിക്കുക, ഒരാൾ ദുബൈയിലും പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പം കാറൊക്കെ കമ്പനിയുടെ പേരിലോട്ട് എല്ലാം ചെയ്തു കൊടുത്തു. അല്ലെങ്കിൽ അത് നമുക്ക് പിന്നെ ബാദുഷാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാദുഷാൻ്റെ പേരിലോട്ട് അത് കാർ നമുക്ക് കിട്ടത്തില്ല, നഷ്ടമായി പോകും. അതൊരു പുതിയ കാറായിരുന്നു. അത് അങ്ങനെ അവിടെ അതെല്ലാം ചെയ്തു, എല്ലാ കാര്യങ്ങളും ചെയ്തു. ഞങ്ങൾ നവംബർ അവസാനം നാട്ടിലോട്ട് വന്നു. ഡോക്ടർമാർ മരുന്നൊക്കെ തരും, വേദനയ്ക്കൊക്കെയുള്ള മരുന്നുകൾ തരും. പിന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നു, എല്ലാവരും വിശ്വാസത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ദൈവം അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ ദൈവത്തിൻ്റെ ഇഷ്ടമല്ലേ നടക്കത്തുള്ളൂ. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ജനുവരി 2009 ഞങ്ങൾ കോഴഞ്ചേരിയിലായിരുന്നു. ജനുവരിയിൽ അവിടെ
2009 ജനുവരി 28 ബാബുച്ചാന് ഈ ലോകത്തു നിന്ന് കടന്നുപോയി. അങ്ങനെ നിത്യയിലെത്തി. പിന്നെയാണ് പിന്നെ എനിക്ക് എൻ്റെ ഇളയ മോൻ അവിടെ ദുബായിൽ പഠിക്കുമായിരുന്നു. ഫൈനൽ ഇയർ ആയിരുന്നു, ഡിഗ്രി ഫൈനൽ ഇയർ. അപ്പം ബാബുച്ചാൻ്റെ സാലറിയൊക്കെ അവിടെ കിടപ്പുണ്ട്. എനിക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ളത് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ വിസ 1 വർഷവും കൂടെ 2 വർഷം കൂടെ ബാബുച്ചാൻ്റെ വിസ തന്നെ എനിക്ക് ഫാമിലിക്ക് ഉണ്ട് വിസ. ആ വിസയിൽ ഞാൻ അവിടെ മോൻ്റെ പഠിത്തം തീരണമല്ലോ. മോൻ്റെ പഠിത്തം തീർന്ന് വലിയ മോൻ അങ്ങ് ബാംഗ്ലൂരാണ്, അവനും പഠിത്തം തീരാറായി. അങ്ങനെ ഞങ്ങൾ നിലവിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുക. ഞാനും കൊച്ചുമോനും തന്നെ ഉള്ളൂ. അങ്ങനെ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവം എന്നോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു, കർത്താവേ, എങ്ങനെയാ ഇനി മുന്നോട്ട് പോകണ്ടേ? ഇനി നാട്ടിൽ പോകണോ? എങ്ങനെയാ? വിസ ഉള്ളതുകൊണ്ട് പിന്നെ അവൻ്റെ പഠിത്തം കിട്ടും. പഠിത്തം തീർന്നിട്ട് 11 എൻ്റെ വിസ തീരും. അപ്പം ഞാൻ പറഞ്ഞു, 11 അങ്ങ് ബാംഗ്ലൂർക്ക് പോകാം. പിന്നെ അവന് പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ എടുക്കണമല്ലോ. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇവിടെ മണിപ്പാലിനൊരു കോളേജിലായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് പഠിത്തം കഴിഞ്ഞു. വലിയ മോൻ്റെ പഠിത്തവും തീർന്നു. അപ്പം അവനവിടെ ബാംഗ്ലൂരുണ്ട്. അപ്പം ഞാൻ ഓർത്തു, ഞങ്ങൾ എറണാകുളത്താണ് ഇപ്പം താമസിക്കുന്നത്. അപ്പം ഞാൻ ഓർത്തു, ഞങ്ങൾ ഒരു വീട് അവിടെ റെൻറ്റിന് എടുത്താൽ മതിയല്ലോ ബാംഗ്ലൂർ. അപ്പോൾ എടുത്ത് അവനെ പഠിപ്പിക്കാം. അങ്ങനെ ചിന്തിച്ചു. ഞങ്ങൾക്ക് പൈസ, ബാബുച്ചാൻ്റെ പൈസ അവിടെ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരുവിധം പൈസ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് അതുകൊണ്ട് ജീവിക്കാം എന്നുള്ള ഒരാഗ്രഹത്തിൽ ആ 2 വർഷം ഏതായാലും തീർച്ചയായിട്ടും അത് പോയി താമസിക്കാൻ 2 വർഷത്തേക്ക് റെൻറ്റും ഉണ്ടല്ലോ. റെൻറ്റും ഉണ്ട്. ഞങ്ങൾ അത് വെച്ച് ജീവിക്കാമെന്ന് ആഗ്രഹിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ദൈവം എന്നോട്, ഞങ്ങൾ നിലവിളിക്കാൻ തുടങ്ങി. നിലവിളിക്കുമ്പോൾ കുഞ്ഞിന്, ഇളയ മോന് അവനൊത്തിരി വിശ്വാസമായിരുന്നു. ഭയങ്കര രക്ഷപ്പെടും എന്നുള്ളൊരു ഭയങ്കര വിശ്വാസമായിരുന്നു. അപ്പം അവനങ്ങ് വലിയ നിരാശ വന്നു. അവനൊത്തിരി പ്രാർത്ഥിക്കുന്ന ഒരു കുഞ്ഞായിരുന്നു. ഗിറ്റാറൊക്കെ പ്ലേ ചെയ്യും, ഇത്തിരി പാട്ടൊക്കെ പാടും. അവസാനം ഇത്തിരി പാട്ടൊക്കെ പാടുമായിരുന്നു, കൊയറിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ പിള്ളേരും നല്ലപോലെ പാട്ടൊക്കെ പാടും, ദൈവവേലയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. യൂത്ത് മീറ്റിങ്ങിലും ഒക്കെ അവർ, സൺഡേ സ്കൂളിലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവനങ്ങ് വലിയ നിരാശ പോലെ വന്നു, ദുഃഖം വന്നു. ഞങ്ങൾ ഒത്തിരി കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് എന്നോട് ദൈവം ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു, മോളെ നിന്നെ ഞാനിവിടെ നിർത്തുമെന്ന് പറഞ്ഞു, ഇതുവഴി തന്നെ നിർത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ ദൈവം പിന്നെ പറഞ്ഞു എന്നോട്, നീ ഇവിടെ ഹോസ്പിറ്റലുകളുണ്ട്, ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ എന്നോട് പറഞ്ഞു, അവിടെ ഒരു റാഷിദ് ഹോസ്പിറ്റൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, ദുബൈ സൈഡിലാണ്. അപ്പം ഞങ്ങളവിടെ ഹോസ്പിറ്റലിൽ പോകണം. എന്നെ ഇളയ മോൻ്റെ പേര് രോഹിത് എന്നാണ്. ഇപ്പം അവൻ്റെ പേര് രോഹിത് തോമസ്. അപ്പം രോഹിതിനെ വിളിച്ചുകൊണ്ട് പോകാമെന്ന് ദൈവം പേര് വരെ പറയുക. രോഹിതിനെ വിളിച്ചുകൊണ്ട് നീ പോകുക, ഹോസ്പിറ്റലിൽ പോവുക. അപ്പം അവിടെ അനേക രോഗികൾ അവിടെ ഉണ്ട്. അപ്പം ഞങ്ങൾ ഇടയ്ക്കൊക്കെ പണ്ടൊക്കെ ഇങ്ങനെ രോഗികൾ ബാധിച്ചാലുള്ളപ്പം ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുമായിരുന്നു. ഞങ്ങളുടെ സഭയിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ട് പല സഭയിൽ നിന്ന് വിളിച്ചു പറയും. അപ്പം ഇങ്ങനെ ഒരു വലിയൊരു ശുശ്രൂഷയാണ്. എല്ലാ പാസ്റ്റേഴ്സും നല്ല വിശ്വാസത്തോടെ എല്ലാവരും ചെയ്യും. അപ്പോൾ ഞങ്ങളിങ്ങനെ പല രോഗികളുണ്ട്, മലയാളികളുണ്ട്, എല്ലാം മാർത്തോമാ സഭ, അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. വായിച്ചാൽ ഞാനിവിടെ പോകുമായിരുന്നു. പിന്നെ ഞങ്ങളുടെ യുവജനങ്ങളും എല്ലാം പോകുമായിരുന്നു, പാസ്റ്റേഴ്സും എല്ലാവരും പോയി പ്രാർത്ഥിക്കും. അപ്പം ഇങ്ങനെ എന്നോട് ദൈവം പറഞ്ഞു, രോഹിതിനെ വിളിച്ചുകൊണ്ട് പോകാമെന്ന്. അപ്പോൾ കാറുണ്ട്. അപ്പം ഞങ്ങൾക്ക് വണ്ടിയുടെ മോൻ ഓടിക്കും. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം ഞാൻ സൺഡേ സ്കൂൾ പിള്ളേരോടൊക്കെ പറഞ്ഞു നമുക്ക് പോയി, അവരെല്ലാം വിശ്വാസത്തിലാണ്. അപ്പം സൺഡേ സ്കൂൾ പിള്ളേരോട് പറഞ്ഞു നമുക്കത് പോകാം, ഇങ്ങനെ ദൈവം എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എല്ലാ സാറ്റർഡേ അവിടെ സാറ്റർഡേ ഫ്രീയാണ്, വിസിറ്റിംഗ് ടൈമുണ്ട്, 4 തൊട്ട് 7 വരെ ഉണ്ട് സമയം. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി. അപ്പം ഞാൻ നാട്ടിൽ ഈ ഗിദെയോൻ ബൈബിളൊക്കെ കിട്ടുമല്ലോ, ഫ്രീ ആണല്ലോ. അപ്പോൾ ഞങ്ങൾ പ്രയറുകാരെല്ലാം നാട്ടിൽ അവധിക്ക് പോകുമ്പോൾ വെക്കേഷൻ, അപ്പോൾ എൻ്റെ സിസ്റ്ററിൻ്റെ മകനൊരു കണ്ണാടിക്കടയുണ്ട്, അവിടെ ഞങ്ങൾ പോയി എല്ലാം അവിടെ ബൈബിൾ കൊണ്ട് വെച്ചേക്കാൻ പറയും. അവിടെയുള്ള പരിചയക്കാരോടെല്ലാം പറഞ്ഞിട്ട് അവിടെ വെക്കും. അപ്പം ഞങ്ങളുടെ പ്രയറിലെ എല്ലാവരും നാട്ടിൽ പോകുമ്പം, വെക്കേഷൻ പോകുമ്പം എല്ലാ ബൈബിളും കൊണ്ടുവരും. ഹിന്ദി, മലയാളം എല്ലാ ഭാഷയിലും ബൈബിളുകൾ കൊണ്ടുവരുമായിരുന്നു.
ഞങ്ങൾ അപ്പോൾ അവിടെ ഒത്തിരി എല്ലാ ഭാഷക്കാരും ഉണ്ട്. ഈ മലയാളികളാണെങ്കിലും ഒത്തിരി പേരുണ്ട് ആശുപത്രികളിൽ. മലയാളി നേഴ്സസ് ഉണ്ട്. അപ്പോൾ അവർ ഞങ്ങളെ ഒത്തിരി സഹായിക്കുമായിരുന്നു. അവിടെ പോയി അന്ന് അവിടെ CCTV ക്യാമറ ഇല്ലായിരുന്നു. അതൊരു വലിയ അനുഗ്രഹം. ഇന്നാണെ പറ്റത്തില്ല. ഇന്ന് അത്രയും സ്വാതന്ത്ര്യത്തോടെ ഹോസ്പിറ്റലിൽ പോകാനും പ്രാർത്ഥിക്കാനും ഒന്നും പറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾ ഹിന്ദി പറയുന്ന പിള്ളേരുണ്ട്, നോർത്ത് ഇന്ത്യ പറയുന്ന പിള്ളേരുണ്ട്. ഇപ്പം അവരൊക്കെ എല്ലാവരും വന്നു. ഹിന്ദി, മലയാളം എല്ലാം പുലിപ്പരകളുണ്ട്, ഇംഗ്ലീഷ് എല്ലാം അറിയാമല്ലോ പിള്ളേർക്ക്. അപ്പം എല്ലാവരും കൂടെ വന്ന് ഞങ്ങൾ ബൈബിള് എല്ലാ ഭാഷയിലും ഈ ഈ പെയിൻ്റ് ഒക്കെ ചെയ്യാനായിട്ട് ബിൽഡിങ്ങിന് മണ്ടേ കയറുമ്പം അവിടുന്ന് താഴെ വീണ് രോഗികളിങ്ങനെ കിടക്കുക, മലയാളികൾക്ക് നടു പൊട്ടി കിടക്കുക. അതൊരു 4 മാസമൊക്കെ അവിടെ കിടക്കേണ്ടി വരും. അപ്പോൾ അവരോടൊക്കെ നിരന്തരം പോയി പറയാൻ അവർക്ക് അനങ്ങാൻ മേല. പക്ഷെ നല്ല ട്രീറ്റ്മെൻ്റ് ഒക്കെ അവിടെ കിട്ടും. ആ ദിവസങ്ങളിൽ പൈസ ഇല്ല, ഗവൺമെൻറ് ഫ്രീ ആയിട്ട് കൊടുക്കുമായിരുന്നു ഈ ദുബൈയിൽ. അപ്പം അങ്ങനെ എല്ലാവരും രോഗികളായിട്ടുള്ള ഒരുപാട് പേര് മലയാളം അല്ല എല്ലാ ഭാഷക്കാർക്കും ഞങ്ങൾ പോയി ബൈബിള് കൊടുത്തു. എല്ലാം അവരോട് സുവിശേഷം പറഞ്ഞു. 5 വർഷം അത് ദൈവത്തിൻ്റെ വലിയൊരു കാര്യമാണ് പ്രവർത്തിച്ച്. ദൈവം എന്നോട് സംസാരിച്ചു. അത് വലിയൊരു സന്തോഷമല്ല കാലയളവ്. ഇന്നാണ് അത്രയും ഫ്രീ ഇല്ല, ചിലപ്പോൾ പോകാൻ ഇപ്പം പറ്റത്തില്ല. അവിടെ വളരെ സ്ട്രിക്റ്റാണ് ഇപ്പം. സുവിശേഷം ഇത്രയും നമുക്ക് അറിയിക്കാൻ പറ്റത്തില്ല. ഈ പുറത്തോട്ട് പോയിട്ട് വെളിയിലൊക്കെ പോയി, പിന്നെ പാർക്കിലൊക്കെ പോയി നമുക്ക് കുറച്ച് പേഴ്സണലായിട്ട് പറയാൻ പറ്റും, അല്ലാതെ പറ്റത്തില്ല. അന്ന് ആശ്രയം 5 വർഷം ദൈവം അവിടെ ഞങ്ങളെ ഉപയോഗിച്ചു. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പിന്നെ ദൈവം എന്നോട് പറഞ്ഞു ബൈബിൾ ക്ലാസ് തുടങ്ങാൻ. അപ്പോൾ ആ സമയത്താണ്. അപ്പം ആ സമയത്ത് കമ്പനിയിൽ നിന്ന് ആൾക്കാർ വരുന്നു. അപ്പോൾ കമ്പനിയിൽ നിന്ന് വന്നു. പിള്ളേർ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. വലിയമ്മ ഞങ്ങൾ ബാംഗ്ലൂർ, കൊച്ചവൻ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാബുച്ചാൻ അവിടെ ജനറൽ മാനേജറായിട്ടായിരുന്നു ജോലി ചെയ്തിരുന്നത് അവസാനം. ആ സമയങ്ങളിൽ ആ ഇറാനി എന്ന് പറയുന്ന അയാളുടെ പേര് നിയ എന്നാണ്. അയാൾ ഭയങ്കര ഇഷ്ടമായിരുന്നു ബാബുച്ചാനോട്. ബിസിനസ്സൊക്കെ വർദ്ധിപ്പിച്ച് കൊടുക്കുന്ന നല്ല ദൈവം നമുക്ക് നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നതുകൊണ്ട് നമുക്ക് വേണ്ടിയിട്ട് ദൈവം അവിടെ പ്രവർത്തിച്ച, അല്ല നമ്മുടെ മിടുക്കോ കഴിവല്ല. ദൈവം അവിടെ ബാബുച്ചാനെ അവിടെ ഉയർത്തി ജനറൽ മാനേജറായിരുന്നു. അങ്ങനെ ആ സമയങ്ങളിൽ അവർ വന്നു, 4 മാനേജേഴ്സ് വന്നു. അപ്പോൾ എൻ്റെ സിസ്റ്റർ UK നിന്ന് വന്നു. കാരണം പിള്ളേർ പഠിക്കുമല്ലേ, പൈസ വേണമല്ലോ, എങ്ങനെ ജീവിക്കും എന്നൊക്കെയുള്ള ചിന്തയുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഞങ്ങൾ പോയി. അപ്പം ഇവർ വന്നു, ഇവർ സംസാരിച്ച് പറഞ്ഞു പിള്ളേർക്ക് പഠിക്കാനും ഒക്കെ 2 വർഷം എന്നുള്ള പറഞ്ഞു. വെച്ചാൽ സാലറിയാണ് തന്നെ. എന്നോട് പറയാം സാലറി എൻ്റെ പേരിൽ ഇവിടെ ബാങ്കിൽ ഇട്ട് അതിൻ്റെ എല്ലാ പേപ്പറുകളും എല്ലാം തന്ന് ദൈവം വലിയൊരു അത്ഭുതം അവിടെ ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു അത് ഞങ്ങൾക്കൊരു 3-4 വർഷം ഉപയോഗിക്കാനുള്ള ആ പൈസ ദൈവം തന്നു. അതുകൊണ്ട് സുവിശേഷം ചെയ്യാനും എല്ലാ കാര്യത്തിലും പിള്ളേരുടെ പഠിത്തം അപ്പം കഴിഞ്ഞു. പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കാൻ സാധിച്ചു. അങ്ങനെ ഇവിടെ തന്നെ ഇളയമാൻ പഠിച്ചു. പഠിച്ച് MBA എടുത്തു. വലിയ മോനെ നാട്ടിൽ പഠിച്ചു. എല്ലാം കഴിഞ്ഞ് ബൈബിൾ ക്ലാസ് തുടങ്ങാൻ എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് പൈസ ഉള്ളതുകൊണ്ട് എനിക്ക് വിഷമമില്ല. പക്ഷെ നല്ലൊരു ദൈവദാസനെ കിട്ടണം. കാരണം എല്ലാവർക്കും വരുമ്പോൾ ഫുഡൊക്കെ കൊടുക്കണ്ടേ. ആളുകൾ വരുമ്പോൾ നമ്മുടെ പള്ളി പണ്ടേ അങ്ങനെ ഞങ്ങൾ ഫുഡ് കൊടുക്കുന്ന ഒരു പരിപാടി എല്ലാ പ്രയറിലും അങ്ങനെ. ഇവിടെ എല്ലാവരും ഫുഡ് കൊടുക്കും. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി. അപ്പോൾ എന്നോട് പറഞ്ഞു ബൈബിൾ ക്ലാസ്. അപ്പം ഞാൻ കർത്താവ് എങ്ങനെയാണ് ആരെയാണ് വിളിക്കണ്ടേ? വിസിറ്റിംഗ് പാസ്റ്റേഴ്സ് വന്നാൽ 3 മാസത്തേക്കേ ഉള്ളൂ. അവരെ വിളിച്ച് അവർക്ക് 3 മാസം കഴിഞ്ഞ് പോകണം. അപ്പോൾ എങ്ങനെയാണ് നമ്മളെ ഒരു വിഷയം പഠിപ്പിക്കാനുണ്ടെങ്കിൽ കുറേ നാൾ പഠിപ്പിക്കണ്ടേ. അങ്ങനെ ദൈവം അവിടെയും ഞങ്ങൾ പ്രാർത്ഥിച്ചു. ലേഡീസ് മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ലേഡീസ് എല്ലാം കൂടി ഇത് പ്രാർത്ഥിച്ചപ്പം ദൈവം ഒരത്ഭുതം ചെയ്തു. റാസക്കേമയുള്ളൊരു പാസ്റ്റർ, പുള്ളി ഇന്നിപ്പം നാട്ടിലേക്ക് പോയി, ഇവിടുന്ന് തീർത്ത് പോയി. ഷാജി ജോസഫ് എന്ന് പറയും, യൂട്യൂബിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പുള്ളി മെസ്സേജൊക്കെ പറയുന്നുണ്ട്. പുള്ളിയെ കിട്ടി. പുള്ളിയോട് ചോദിച്ചപ്പം റാസക്കേമയിൽ വരണം ദുബൈയിലോട്ട്. 1.5 മണിക്കൂർ യാത്രയുണ്ട്. എല്ലാ ചൊവ്വാഴ്ചയും 1.5 മണിക്കൂർ യാത്ര ചെയ്ത് പുള്ളിക്ക് ബിസിനസ് എന്തോ ആയിരുന്നതുകൊണ്ട് പിന്നെ വലിയ ഒത്തിരി ദൈവവേല ചെയ്തൊരു മനുഷ്യനായിരുന്നു. അങ്ങനെ വന്ന് ഞങ്ങൾക്ക് 2.5 വർഷം എല്ലാവരും വന്നു. അത് ഭയങ്കര സന്തോഷം എനിക്ക്. ദൈവം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും വരുമല്ലോ. ദൈവത്തിൻ്റെ കരം അവിടെ പ്രവർത്തിച്ചു. അങ്ങനെ 2.5 വർഷം അവിടെ ഞങ്ങൾക്ക് ബൈബിൾ ക്ലാസ് വെക്കാനും ഒക്കെ സാധിച്ചു. സഭ നല്ലതായിട്ട് പൊയ്ക്കോട്ടെ. പാസ്റ്റേഴ്സ് ഉണ്ടല്ലോ എല്ലാവരും. ഇന്നത്തെ ഞങ്ങളിപ്പം ആ ഒരു പാസ്റ്റർ പിന്നെ നിത്യതയിലേക്ക് എടുക്കപ്പെട്ടു. ഇപ്പം ജോർജ് വർഗീസ് പറഞ്ഞ പാസ്റ്ററാണ് ഇപ്പം ഞങ്ങളുടെ ഇപ്പോഴത്തെ പാസ്റ്റർ. പിന്നെ എൻ്റെ മകന്
മൂത്ത മകന് ഇവിടെ വന്നു. അത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അത്ഭുതങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയങ്ങളിൽ. അങ്ങനെ ബൈബിൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നല്ലതായിട്ട് സഭ പൊക്കോണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ കഴിഞ്ഞപ്പോൾ ദൈവം പല കാര്യം എന്നോട് ഇങ്ങനെ പറഞ്ഞു. എന്നോട് നിന്നെ ഞാൻ ഇവിടെ നിർത്തുമെന്ന് പറഞ്ഞു. അപ്പം ഞാനൊത്ത് 11 വിസ തീരും. അപ്പം പിന്നെ എനിക്ക് പോകാതെ പറ്റത്തില്ലല്ലോ. അപ്പം പറഞ്ഞു പ്രീത് തോമസ്, പ്രീത്മാനോടാ ഇപ്പം പാസ്റ്റർ സംസാരിച്ച്. പ്രീത് ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഇവിടെ വേലയുണ്ടെന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ വേല ഉണ്ടെന്ന് പറഞ്ഞു. അവന് 6 വയസ്സിൽ അഭിഷേകം കിട്ടിയായിരുന്നു. അവർ കൃഷ്ണമാമ അങ്ങനെ അവരെല്ലാം വിട്ട് വരുമായിരുന്നല്ലോ. അങ്ങനെ വലിയ നല്ല പ്രയറില്ല. 6 വയസ്സ് പിള്ളേർക്കെല്ലാം ചെറുപ്പത്തിൽ തന്നെ അന്യഭാഷ അടയാളത്തോടെ അഭിഷേകം കിട്ടിയായിരുന്നു. അവരെല്ലാം ആ വാഴ്ചാനുള്ള സമയത്ത് തന്നെ എല്ലാവരും നല്ലതായിട്ട് ദൈവവേല ചെയ്യുകയും പ്രാർത്ഥനയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ വന്നു എന്നോട് പറഞ്ഞു അവനെ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ നെടുകയും കുറുകയും എൻ്റെ വേല ചെയ്യിപ്പിക്കും. എന്നോട് ഇങ്ങനെ പറഞ്ഞു. അവൻ പറഞ്ഞു ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു. അവൻ ആ ബാംഗ്ലൂർ അവിടെ ജോലി ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞു. ഇങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ദൈവം എന്നോട് പറഞ്ഞാ അപ്പം നീ അനുസരിക്കണം, നീ വരണം. അപ്പം എനിക്ക് ആ സമയത്ത് എനിക്ക് വിസ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് വിസിറ്റിംഗ് വിസ ഒക്കെ എടുക്കുന്നതിനൊന്നും ബുദ്ധിമുട്ടില്ല. എനിക്ക് അവനെ കൊണ്ടുവരാൻ പറ്റും. പൈസയും ഉണ്ട് ഞങ്ങളുടെ കമ്പനി തന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം ഞാനെങ്ങനെ അതങ്ങനെ ഭയങ്കര ഒരു അതിശയത്തിൻ്റെ ദിവസങ്ങളായിരുന്നു, അത്ഭുതത്തിൻ്റെ ദിവസങ്ങളായിരുന്നു. അങ്ങനെ ഞങ്ങൾ വന്നു. മോൻ ഞാൻ പറഞ്ഞു ആദ്യം പറഞ്ഞു വരത്തില്ല എന്ന്, പിന്നെ വന്നു. 10 അവസാനം 2010 11 വരെ എനിക്ക് വിസ ഉണ്ടല്ലോ. അപ്പോൾ 10 വരെ വന്നു. 10 അവസാനമാവും വന്നു, ദുബൈയിലോട്ട് വന്നു. അതൊക്കെ ദൈവത്തിൻ്റെ നടത്തിപ്പാ. അങ്ങനെ ഇന്ന് അവൻ എൽഡറാ ഞങ്ങളുടെ ചർച്ചിൽ. അപ്പം വന്നപ്പം പിന്നെ ജോലി വേണമല്ലോ. MBA ഒക്കെ കഴിഞ്ഞു, ജോലി വേണം, 2 പേർക്കും ജോലി വേണം. ആ സമയങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ കരങ്ങളാണ് പ്രവർത്തിക്കുന്നത്, അത്ഭുത കരങ്ങൾ. ഞങ്ങളുടെ ഇവിടെ ഒരു കമ്പ്യൂട്ടർ കമ്പനിയുണ്ട്, പ്രോമിസ് എന്ന് പറയും, സോഫ്റ്റ്വെയർ കമ്പനി. മാത്യൂസ് ബ്രദർ എന്ന് പറയും. മാത്യൂസ് ബ്രദറിൻ്റെ കമ്പനിയാണ്, പ്രയറിൽ ഉള്ള ആളാണ്. പുള്ളി വായിച്ചാനുള്ളപ്പോഴേ വളരെ ഞങ്ങൾ ഭയങ്കര സ്നേഹമാണ്. സഭയിലെല്ലാവരും ഒത്തിരി ആൾക്കാർ ഭയങ്കര സ്നേഹമാണ്. വായിച്ചാനോടും ഭയങ്കര ഒരു സ്നേഹമാണ്. അപ്പം വായിച്ചാൻ മരിച്ച സമയത്ത് എന്നോട് പറഞ്ഞു, ആൻറ്റി എന്തെങ്കിലും ആൻറ്റിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒക്കെ വിസയുടെയോ എന്തെങ്കിലും ആവശ്യമുണ്ട് എന്നോട് പറയണമെന്ന് പറഞ്ഞു. എന്നോട് എന്തും മടിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ മറ്റേ പാസ്റ്ററിൻ്റെ പേര് ഒരാൾ നിത്യതയെ പോലെ ഫിലിപ്പ് പാസ്റ്റർ എന്നാണ് പേര്. ഫിലിപ്പ് പാസ്റ്ററിൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡാണ്. ഫിലിപ്പ് പാസ്റ്ററിൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡാണ് മാത്യൂസ് ബ്രദർ. പുള്ളി എന്നോട് പറഞ്ഞു. അങ്ങനെ അവനെ വിളിച്ച് അവിടെ ജോലി കൊടുത്തു. ഇന്നും ആ കമ്പനിയിൽ തന്നെയാണ് പ്രീത്മാൻ ജോലി ചെയ്യുന്നത്. അങ്ങനെ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ കരുതലേ, ഭയങ്കര കരുതലേ. ജോലിയൊക്കെ പെട്ടെന്ന് കിട്ടാൻ വലിയ പ്രയാസം ഇവിടെ. ഇപ്പം അതിലും പ്രയാസമാണ്, പണ്ടത്തെക്കാളും പ്രയാസം ഇപ്പം. അപ്പോൾ ദൈവത്തിൻ്റെ ആ കരുതൽ ഞാൻ ഓർക്കുക. ഞങ്ങൾ ഈ 2000 ഭവിച്ചാൻ മരിച്ചു കഴിഞ്ഞ് പിന്നെ അത്ഭുതത്തിൻ്റെ ഒരു ഘോഷയാത്രയാണ് ഇന്ന് വരെ. ഇന്നും ഞാനിവിടെ നിൽക്കുക. 2025 25ആയിട്ടും ദൈവം എന്നെ ഇവിടെ നിർത്തുമെന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. ഭയങ്കര ആ ഒരു വലിയ ദൈവം എത്ര വിശ്വസ്തനാണ്. ദൈവത്തെ എങ്ങനെ സ്തുതിക്കാതിരിക്കാൻ ഞാൻ ഓർക്കും. അപ്പം അങ്ങനെ കഴിഞ്ഞ് കൊച്ചുമോനും എൻ്റെ ഒരു കസിന് ഫിലിപ്സ് ജോലി ഉണ്ടായിരുന്നു. അവിടെ ആദ്യം ജോലിക്ക് വിളിച്ചു, കയറി. അപ്പോൾ വിസ എനിക്ക് വേണമല്ലോ. 11 ആയപ്പോൾ വിസ തീർന്നു. അപ്പോഴത്തേനും പിള്ളേരുടെ വിസയിൽ ഇപ്പം ഇവിടെ കിട്ടും വിസ, ഡിപ്പെൻഡൻറ്റ് വിസ എന്ന് പറയും. അപ്പം മാത്യൂസിനോട് പറഞ്ഞിട്ടുണ്ട് വിസയുടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണം. അപ്പം മാത്യൂസ് അവിടെ ജോലി കയറിയപ്പം, മോനവിടെ കയറിയപ്പം സ്റ്റാർട്ടിങ് എത്ര സാലറി ഇല്ലെങ്കിലും ആ വിസയ്ക്കുള്ളതെല്ലാം ഒരുക്കി തന്നു. അപ്പോൾ എനിക്കങ്ങനെ മോൻ്റെ വിസയിലായിട്ട് ഇന്ത്യൻ എംബസി പോയി അതൊക്കെ ശരിയാക്കാൻ പറ്റും നമുക്കിവിടെ. ഡിപ്പെൻഡൻറ്റ് വിസ എന്ന് പറയും, പേരൻസിനെ നോക്കാനായിട്ട് മക്കൾക്ക്. അപ്പോൾ മാത്യൂസിൻ്റെ ഒരു നല്ല മനസ്സുകൊണ്ട് അവിടെ അവിടെ ദൈവത്തിൻ്റെ വലിയ കരുണ. ഞാൻ എപ്പോഴും മാത്യൂസിൻ്റെ അർത്ഥം പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹമല്ലേ അതൊക്കെ. അങ്ങനെ അവർ ഇവിടെ വന്നു. അങ്ങനെ ജോലിയിൽ കിട്ടി. ആ മോൻ്റെ വിസയിൽ ഞാൻ ഇന്നും ഇവിടെ ആയിരിക്കുകയാണ്. പിന്നെ കൊച്ചുമോനും അങ്ങനെ, രോഹിത് എന്നാണ് പേര്. രോഹിതിനും നല്ല ജോലി കിട്ടി. പിന്നെ കൊറോണ വന്നപ്പം ആ ജോലി അങ്ങ് പോയി. ജോലി പോയി കഴിഞ്ഞ് ഒരു 2-3 മാസമായപ്പോഴാണ് എന്നും ഭവിച്ചാൻ്റെ പഴയ കമ്പനിക്കാർ വിളിക്കും. അവിടുത്തെ മാനേജേഴ്സ് വിളിച്ചിട്ട് ഞങ്ങൾക്ക് സുഖമാണോ എന്ന് ചോദിക്കും. നീയാ പറഞ്ഞു, നീയാന്നയുടെ പേര്, ഇറാനിയാണ്.
ഞാൻ ഇന്നും ഉണ്ട്. പിന്നെ ആ കമ്പനി വലിയ വലിയ കമ്പനിയായിട്ട് തീർന്നു. ആ പ്രാർത്ഥനയുടെ ഇതാണെന്ന് തോന്നുന്നു. ഞങ്ങൾ ഒത്തിരി ആ കമ്പനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നു. അപ്പോൾ അതിന്നും വലിയ കമ്പനിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം അവിടുന്ന് മാനേജർ വിളിച്ച് ചോദിക്കും, മാഡം എങ്ങനെയുണ്ട്? സാറ് ചോദിച്ചിരിക്കുക നിങ്ങളെക്കുറിച്ച്, നല്ലതായിട്ടാണോ ഇരിക്കുന്നത്? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് ചോദിച്ചു. ഞങ്ങൾ സുഖമായിരിക്കുന്നു. അന്നേരം രോഹിതിനെയാണ് ഫോണിൽ കിട്ടിയത്. അപ്പം മോനെ എങ്ങനെയുണ്ട്, നിന്റെ ജോലി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പം രോഹിത് പറഞ്ഞു എൻ്റെ ജോലി ഇപ്പോൾ പോയെന്ന് പറഞ്ഞു. അങ്ങനെ അവന് ജോലി പോയി. ആ സമയത്ത് കൊറോണ ആദ്യം കയറിയ ജോലിയിൽ പോയി. പിന്നെ ഉടനെ തന്നെ അവർ വിളിച്ചു, അവിടുന്ന് ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, നീ ഒരു പെട്ടെന്ന് ഇൻ്റർവ്യൂവിന് വിളിച്ചു. കൊറോണ ആയിട്ട് വീട്ടിൽ തന്നെ ഇരുന്ന് ഇൻ്റർവ്യൂ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്ന് ഇൻ്റർവ്യൂ ചെയ്തു. അങ്ങനെ അവന് അവിടെ ജോലി ഇന്നിപ്പം 4 വർഷമായി. അവനവിടെ 20-ലായിരുന്നല്ലോ കൊറോണ, 21-ൽ അവന് അവിടെ കയറി. ഇന്നിപ്പോൾ അവരൊരു മാനേജർ പോസ്റ്റൊക്കെ ആയിട്ട് ദൈവം അവനെയും അവിടെ ഉയർത്തി. എത്ര ദൈവത്തെ സ്തുതിച്ചാലും മതിയാകില്ല. കർത്താവിലേക്ക് നോക്കുന്നവരെ അവൻ ലജ്ജിപ്പിക്കാത്ത ദൈവമല്ലേ, വിശ്വസ്തനായ ദൈവം, വാക്ക് മാറാത്തവൻ. അങ്ങനെ ആ ദൈവത്തിൻ്റെ വലിയ കരം ഞങ്ങൾ ബാബുച്ചാനോടുള്ള ദൈവത്തിൻ്റെ ഒരു നീതിയാ. കർത്താവിന് വേണ്ടി ഒത്തിരി വേല ചെയ്തു, ഒത്തിരി കഷ്ടങ്ങളിൽ കൂടെ പോയി, ഒത്തിരി വേദനകളിൽ കൂടെ പോയി. പക്ഷെ അവൻ ഇന്ന് അവിടെ ജോലി ചെയ്യുന്നു. 2 മക്കളും, മൂത്ത മകൻ കല്യാണം കഴിച്ചു, 2 കുഞ്ഞുങ്ങളായി. വേറൊരു വീട്ടിലാണ്, ഇവിടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. ഞാനും കൊച്ചുമോനും കൂടെ ഇവിടെ എൻ്റെ വീട്ടിൽ ഞാൻ താമസിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ കരം. ഞാൻ ദൈവത്തിൻ്റെ വേലകൾ ചെയ്യുന്നുണ്ട്. ഇടയ്ക്കൊക്കെ സൂമിൽ ഇങ്ങനെ മെസ്സേജൊക്കെ പറയും. ദൈവം അങ്ങനെ അപ്പം എന്നോട് പറഞ്ഞു, എന്നോടിങ്ങനെ പറഞ്ഞാൽ ദൈവത്തിൻ്റെ വേല. അപ്പം ലേഡീസ് മീറ്റിംഗ് ഒക്കെ ഞങ്ങൾ തുടങ്ങി. അങ്ങനെ ദൈവവേലയിൽ ഇങ്ങനെ വചനമൊക്കെ പറയാനും ഷെയർ ചെയ്യാനും പല പല സൂം മീറ്റിങ്ങിലൊക്കെ കയറി ദൈവം എന്നെ ഒത്തിരി വളർത്തിയെടുത്തു. ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. ഭയങ്കര ഒരു അത്ഭുതത്തിൻ്റെ ഒരു ഘോഷയാത്രയായിരുന്നു. ഈ 16 വർഷമായി. ഇന്നിപ്പം വായിച്ചാൻ വെച്ചിട്ട് 9-ലായിരുന്നു, 2009-ലായിരുന്നു വായിച്ചാൻ കിടന്നുപോയി. ഇന്ന് 2025 പക്ഷെ അപ്പോൾ എന്നോട് ദൈവം പറയും, പോയി കൺവെൻഷനൊക്കെ വായിച്ചാനുള്ളപ്പോഴും ഞങ്ങൾ നാട്ടിൽ പോയി എല്ലാ വർഷവും കൺവെൻഷനുകൾ വെക്കുമായിരുന്നു. ഞങ്ങളുടെ ഫാമിലിക്കാരെയൊക്കെ വിളിച്ചു കൂട്ടി, എല്ലാവരെയും ഇങ്ങനെ വിളിച്ചു കൂട്ടി കൺവെൻഷൻ വെക്കുമായിരുന്നു. അതുപോലെ തന്നെ ദൈവം എന്നോട് പറഞ്ഞു, ഒരു വചനം എനിക്ക് തന്നായിരുന്നു. ദൈവം പറഞ്ഞു, അതനുസരിച്ചാണ് ഞാൻ പോയി ചെയ്തത്, ദൈവവേല ചെയ്യാനായിട്ട്. 16-ല് തോമസ് മാമൻ എന്ന് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, നല്ല അന്ത്യകാലത്തെക്കുറിച്ച്, കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പറയുന്നത്. തോമസ് മാമന് ഞങ്ങൾ ഒത്തിരി നല്ല ദേവദാസന്മാർ ദുബൈ വരും, ഞങ്ങളുടെ സഭയെ വന്ന് പ്രസംഗിക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് നല്ലൊരു ഉണർവ് കിട്ടിയായിരുന്നു. സജു ചാത്തന്നൂര് ഇവരെല്ലാം പരിചയം. അപ്പോൾ ഇവരെല്ലാം വിളിച്ച്, ഞങ്ങളുടെ എറണാകുളത്താണ് താമസിക്കുന്നത്, കോഴഞ്ചേരിൽ ആണ് വീടെങ്കിലും ഞങ്ങളുടെ ഫാമിലി ഭവിഷ്യല്ല ബ്രദേഴ്സ് എല്ലാവരും അവിടെ ഉണ്ട്. എങ്കിലും എറണാകുളത്ത് എൻ്റെ സിസ്റ്റേഴ്സ് 2 പേരുണ്ട്. ഇപ്പം ജീവിച്ചിരിക്കുന്ന 2 പേരേ ഉള്ളൂ. ഞങ്ങൾ 3 പേര്, ഞങ്ങളിപ്പോൾ 3 പേര്, 6 പെൺമക്കളായിരുന്നല്ലോ ഞാൻ ഏറ്റവും ഇളയതാ. അപ്പം അവരും എറണാകുളത്തുണ്ട്. അപ്പോൾ അവിടെ ഒരു വലിയ ഹോളുണ്ട്, ഞങ്ങൾക്ക് പാർട്ടി ഹോളുണ്ട് വീടിൻ്റെ. ഞങ്ങൾ ഫ്ലാറ്റിൻ്റെ 11-ാം നിലയിൽ വലിയൊരു ഹോള്. അപ്പം അവിടെ ഞങ്ങൾ കൺവെൻഷൻ 3 ദിവസം വിളിച്ചു. അവിടെ ഒരു ചർച്ചുണ്ട്, എനിക്ക് പരിചയമുള്ള, ഞാൻ ഇടയ്ക്ക് പോവും. ഇത് ഷാരോൺ ചർച്ച് അടുത്ത, അവിടെ പോവും. അപ്പോൾ അവരുടെ സഹായത്തോടെ അവരും കൂടെ എന്നെ സഹായിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ കൺവെൻഷനൊക്കെ 16-ൽ വെച്ചു. പിന്നെ ഞാൻ എൻ്റെ നാട്ടിൽ വെച്ചു, കൊമരോത്ത്. അതൊരു ടൂറിസ്റ്റ് സെൻ്ററൊക്കെ ഇപ്പം. അപ്പോൾ അവിടെയും പോയി. എൻ്റെ കസിൻസ് എല്ലാം പല സ്ഥലങ്ങളിലാണ്, ഒത്തിരി വലിയ ഫാമിലിയാണ്, പലരും വിദേശത്തുണ്ട്, മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് എല്ലാവരും അങ്ങ് ദൂരെ. പക്ഷെ എങ്കിലും വരും. അവിടെ ഒരു കുടുംബം മീറ്റിംഗ് ഉണ്ട്, എല്ലാ വർഷത്തിലും ഒരു മീറ്റിംഗ് വെക്കും. എവിടെ പോയാലും എല്ലാവരും വരും. അമേരിക്കയിൽ പോയാലും എല്ലാ സ്ഥലങ്ങളിൽ പോയാലും അവരെല്ലാം കടന്നു വരും. അങ്ങനെ അവർ എല്ലാം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അവിടുത്തെ എൻ്റെ കൊമരോത്തുള്ള കസിൻസിനോട് പറഞ്ഞു, നമുക്കിങ്ങനെ ഒരു മീറ്റിംഗ് വെക്കണം, അവിടെ ടൂറിസ്റ്റ് സെൻ്ററിനകത്ത് തന്നെ വെക്കാം, എല്ലാവർക്കും ഫ്രീ ആയിട്ടൊന്ന് കേൾക്കാമല്ലോ. അങ്ങനെ 23-ൽ പോയി ഞാൻ അവിടെയും വെച്ചു. കർത്താവ് പറഞ്ഞിട്ടില്ലേ, ആ മത്തായിയുടെ സുവിശേഷ അവസാന ഭാഗത്ത്, നിങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് നിങ്ങൾ എൻ്റെ സാക്ഷികളാകണമെന്ന്, ലോകം മുഴുവൻ പോയി പറയണമെന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ വലിയ കൃപ അത് എനിക്ക് ദൈവം തന്നു. അതുകൊണ്ട് ഞങ്ങൾ മിക്ക വർഷങ്ങളിലും ഞാൻ പോയി ഇങ്ങനെ കൺവെൻഷൻ വെക്കാറുണ്ട്.
കസിൻസൊക്കെ രക്ഷയിലേക്ക് വന്നിട്ടില്ലാരും. അപ്പം അവരൊക്കെ ആ ചർച്ചിൽ തന്നെയാണ്. ഇന്നും ആ ചർച്ചുണ്ട്, പക്ഷെ അവിടെ അധികം ആൾക്കാരില്ല. എല്ലാവരും ദൂരസ്ഥലത്താണ് ഗൗരവത്ത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പോയി അവിടെ കൺവെൻഷനൊക്കെ വെച്ചു. ഈ കഴിഞ്ഞ വർഷം വെച്ചു ജാനുവരിയിൽ. സജു ചാത്തന്നൂരിന് എറണാകുളത്തായിരുന്നു. എറണാകുളത്ത് ഞങ്ങളുടെ ഹോളിൽ തന്നെ, ഞങ്ങളുടെ പാർട്ടി ഹാളുണ്ട് എറണാകുളത്ത്, അവിടെ വെച്ചു. എല്ലാവരും അനേകരെ വിളിച്ചു കൂട്ടി. അങ്ങനെ പരിചയക്കാരെ, രക്ഷിക്കപ്പെടാത്ത അനേകരുണ്ടല്ലോ നമ്മുടെ ചുറ്റുപാടും ഉണ്ട്. കസിൻസിനെ എല്ലാം വിളിച്ച് ദൈവം എന്നോട് എല്ലാം ദൈവം സംസാരിക്കും. ദൈവം ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ഒരു വലിയ കരുണ ദൈവം എനിക്ക് തന്നു. എല്ലാ മഹത്വവും ദൈവത്തിന് കൊടുക്കുകയാണ്. നമ്മുടെ ഒരു കഴിവോ മിടുക്കോ ഒന്നുമില്ല. അത്ഭുതകരമായിട്ട് ഞങ്ങളെ ഇന്ന് വരെ നടത്തിയ ദൈവം, ഇന്ന് വരെ അത്ഭുതമായിട്ട് ഈ 16 വർഷക്കാലം കുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച ദൈവം, വിശ്വസ്തനായ ദൈവം, വാക്ക് മാറാത്തവൻ. ഇങ്ങനെ എനിക്ക് അരോമ ടി വി കൂടെ ഇങ്ങനെ ഒരു അവസരം തന്ന് പാസ്റ്റർക്ക് ഞാൻ നന്ദി പറയുന്നു. ഒത്തിരി എല്ലാ നന്മകളാലും ദൈവം നിറച്ചു, സമാധാനവും സന്തോഷവും തന്നു, വഴി നടത്തുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം എനിക്ക് ഇത്രത്തോളം ഒരു അവസരം അരോമ ടി വി കൂടെ ഡാനിയൽ പാസ്റ്റർ കൂടെ എനിക്കിങ്ങനെ ലഭിച്ചതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാ മഹത്വവും കർത്താവിന് കൊടുക്കുന്നു. എൻ്റെ കഷ്ടതയിൽ, പ്രയാസത്തിൽ എല്ലാം കാത്ത് എന്നെ സൂക്ഷിച്ചതിനായിട്ട് ഇന്ന് വരെ ദൈവം രക്ഷിപ്പിക്കാത്ത ദൈവമാണ്. അനാഥരെയും വിധവമാരെയും പരിപാലിക്കുന്ന ദൈവം, വിശ്വസ്തനായ ദൈവത്തിന് എന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേട്ട എല്ലാ പ്രേക്ഷകരെയും കുടുംബത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബങ്ങളും ദൈവത്തോട് കൂടുതൽ അടുത്ത് ഓരോരുത്തരും, ഈ സാക്ഷ്യം കേൾക്കുന്ന ഓരോരുത്തരും ദൈവനാമഹത്വത്തിനായിട്ട് ദൈവവേലയ്ക്ക് വേണ്ടി കൈത്താങ്ങൽ കൊടുത്ത് ദൈവത്തെ അറിഞ്ഞ് ആ നിത്യരായത്തിന് അവകാശികളാകുവാൻ തക്കവണ്ണം കർത്താവ് എല്ലാവരെയും ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയന്റെ പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. മാനവ മഹത്വ അപ്പച്ചൻ നൽകണം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. താങ്ക് യു പ്രിയ ഷെർലി ആൻറ്റി. ഇത്രത്തോളം സമയം ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. പ്രിയ ഷെർലി ആൻറ്റിയോടുള്ളതായ നന്ദിയും സ്നേഹവും ഒരു പ്രാവശ്യം കൊണ്ട് അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ജനിച്ച് വളർത്തപ്പെട്ട നാൾ മുതൽ ഇന്നയോളം ജീവോത്സവമായി കർത്താവ് വഴി നടത്തി. പല പ്രയാസങ്ങൾ, പ്രതിബന്ധങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വന്നു. ഒത്തിരി കഷ്ടപ്പാടുകളുടെ അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നുപോയി. എങ്കിലും അതിൻ്റെയൊക്കെ നടുവിൽ കരം പിടിച്ച് വഴി നടത്തുന്ന കർത്താവ് കൂടെ ഇരുന്നു എന്നയോളം കൊണ്ടുവന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പല സന്ദർഭങ്ങളിലായി ചില പ്രതിസന്ധികളുടെയൊക്കെ നടുവിൽ അകപ്പെട്ടപ്പോഴും കർത്താവിൻ്റെ സ്നേഹം രുചിച്ചറിയുവാൻ ദൈവം സഹായിച്ചു. പ്രിയ ജീവിത പങ്കാളി ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. എങ്കിലും താൻ തുടങ്ങി വെച്ചതായ ശ്രേഷ്ഠമേറിയ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഇന്നും തുടർന്നു പോകുന്നു. അത് അനേകർക്ക് അനുഗ്രഹമായി തീർന്നുകൊണ്ടിരിക്കുന്നു. പ്രിയ കർത്താവിൻ്റെ ദാസൻ അനേക ഗാനങ്ങളൊക്കെ രചിക്കുവാനും അത് സമൂഹത്തിലെ ജനനന്മയ്ക്കായിട്ട് പങ്കുവയ്ക്കുവാനും ഒക്കെ കർത്താവ് സഹായിച്ചു. അതുപോലെ 6-ാമത്തെ വയസ്സിൽ ഉണ്ടായ അപകടത്തിൽ പ്രിയ മൂത്ത പൈതൽ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. ചില സങ്കടകരമായ അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പോലും ദൈവം ജീവിതത്തിൽ തന്നിരിക്കുന്ന ദിവ്യ സമാധാനത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇനിയുള്ള കാലം സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, നല്ല സാക്ഷ്യം വഹിക്കുവാൻ പ്രിയ ആൻറ്റിയെ കർത്താവ് ബലപ്പെടുത്തട്ടെ എന്ന് ഇത്തരണത്തിൽ ഞങ്ങൾ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മക്കളെയും അവരുടെ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും പ്രവർത്തന മണ്ഡലങ്ങളെയും ഒക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ ടി വിയുടെ പ്രേക്ഷകർക്കും ഈ സാക്ഷ്യം ഒരു വേറിട്ട അനുഭവമായി തീർന്നു എന്ന് ഞാൻ കരുതുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഒരു പ്രാർത്ഥനാ വിഷയം ഉണ്ടെങ്കിൽ ഞങ്ങളുമായി പങ്കിടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പർ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വിശേഷം പ്രാർത്ഥിക്കുന്നു. എല്ലാ തിങ്കളാഴ്ചയും സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം രാത്രി 9 മണി മുതൽ നടക്കുന്ന ഓൺലൈൻ പ്രാർത്ഥന കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കുകൊള്ളാവും. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.
ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.